عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا فأدركنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. صدق الله العلي العظيم. وقال النبي المصطفى المختار محمد صلى الله عليه وسلم: من أراد أن ينظر إلى عتقاء الله من النار فلينظر إلى المتعلمين. صدق رسوله الكريم. പവിത്രമായ സദസ്സിൽ സമാദരണീയനായ അധ്യക്ഷൻ, ബഹുമാന്യനായ പ്രസിഡന്റ് കെ ഹനീഫ് ഹാജി, സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ സുഹൃത്തും മഹല്ല് സെക്രട്ടറിയുമായ നൂറുദ്ദീൻ എമ്മാനി, അർത്ഥസമ്പുഷ്ടമായ സാന്ദർഭികമായ ഇടപെടൽ കൊണ്ട് വേദിയെ ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കിയ ചിന്തകനും പ്രഭാഷകനുമായ പ്രിയ സുഹൃത്ത് ഡോക്ടർ സുബൈർ ഹുദവി, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് KS ദീപൻ മാസ്റ്റർ, സംസ്ഥാന അധ്യാപക ജേതാവ് PA അബ്ദുൽ ഖാദർ മാസ്റ്റർ, ബഹുമാന്യനായ ജാഫർ മാസ്റ്റർ, ഖിറാഅത്ത് നടത്തിയ മുസ്തഫ മുസ്ലിയാർ പോലെയുള്ള എൻ്റെ പ്രിയങ്കനായ അടുത്ത മഹല്ലിലെ ഖത്തീബ് കൂടിയായ പ്രിയപ്പെട്ട യമാനി അടക്കമുള്ള സ്റ്റേജിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, വന്യവയോധികരായ കാരണവന്മാരെ, മുസല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പ്രദേശത്തേക്ക് ഞാൻ ഖത്തീബായി വരണമെന്ന് ഹനീഫ് ഹാജി സുബൈർ യമാൻ, ബഹുമാനപ്പെട്ട
നൂറുദ്ദീൻ യമാനിയെ പോലെയുള്ള കമ്മിറ്റി ഭാരവാഹികൾ കൊതിച്ചതായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ വിധി പ്രഭാഷണത്തിന് വരണം എന്നതാണ്. കൊതിയും വിധിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ വിധി വിജയിച്ചു എന്നത് എല്ലായിടങ്ങളിലും എല്ലാ സെക്കൻഡുകളിലും കാണുന്നത് സ്റ്റേജും പന്തലും കണ്ട് അനുഭവിക്കാൻ കഴിഞ്ഞതിൽ ഒരർത്ഥത്തിൽ സന്തോഷമുണ്ട്. കാരണം എന്നേക്കാൾ യോഗ്യനായ മറ്റൊരാളെ നിങ്ങൾക്ക് ഖതീബായി കിട്ടിയല്ലോ. അപൂർവങ്ങളിൽ അപൂർവമായൊരു സദസ്സിലാണ് ഞാൻ ഒരുമിച്ച് കൂടിയത്. കാരണം ഒരു വാളിന്റെ സദസ്സിൽ സ്കൂൾ അധ്യാപകന്മാരിൽ നിപുണരായവരെ ആദരിക്കുക എന്നത് വളരെ അപൂർവങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു സംഗതിയാണ്. മദ്രസയിലുള്ള മികവുറ്റ പണ്ഡിതന്മാരെ പോലും ആദരിക്കാൻ കമ്മിറ്റിക്കാർ എന്തുകൊണ്ടോ അനാസ്ഥ കാണിക്കുന്ന ഈ ലോകത്ത് അവരെയൊക്കെ ആദരിക്കുന്നതോട് കൂടെ സ്കൂളിലെ അധ്യാപകന്മാരെയും തേടിപ്പിടിച്ച് അവരുടെ സാമർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രോത്സാഹനാർത്ഥം ആദരിക്കുക എന്നത്, അതിന് വാളിന്റെ വേദി ഉപയോഗപ്പെടുത്തുക എന്നിടത്തേക്ക് വരെ കമ്മിറ്റി ഭാരവാഹികളുടെ ചിന്ത വിശാലമായതിലും പക്വത തുറന്നു കിട്ടിയതിലുമൊക്കെ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് അവന്റെ പൊരുത്തത്തിലായി നമുക്കും പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടുകൂടി ഒരു മതസൗഹാർദ്ദത്തിന്റെ സ്റ്റേജും കൂടിയായിരുന്നു. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇങ്ങനെയൊക്കെ എല്ലായിടത്തും ഉണ്ടെങ്കിൽ എത്ര സന്തോഷമാവുന്നു. കാരണം പ്രതാപൻ മാസ്റ്റർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ജാഫർ മാസ്റ്ററാണ്. അപ്പോ ഹനീഫാജി പറയാ, പ്രതാപ് മാസ്റ്റർ തിന്നോളി, അതോ രീതിയിൽ ജൽ റഹ്മാൻ ഉസ്താദ് തിന്നോളി, ഉസ്താദെ തിന്നോളി, മാസ്റ്ററെ തിന്നോളി എന്ന് ഒറ്റ മേശക്കപ്പുറപ്പുറം സംസാരിച്ചുകൊണ്ട് ഇട്ടുകൊടുക്കുന്ന ഒരു അനുഭവം വല്ലാത്ത അനുഭൂതിയാണ്. അതന്നെ പ്രതാപനെയും ഉസ്താദിനെയും ഒരേ നാവുകൊണ്ട് ഒരേ വീട്ടിൽ ഒരേ ആജിക്ക് ഒരേ സൽക്കാരത്തിൽ വിളിച്ച് തീറ്റിക്കുക എന്നത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ വീടും ഈ സ്റ്റേജും ഈ സദസ്സൊക്കെ ഒരു മതസൗഹാർദ്ദത്തിന്റെയും നിലക്കാത്ത പ്രവാഹമായി അല്ലെങ്കിൽ ജ്വലിക്കുന്ന ദീപമായിട്ട് ഞാൻ അനുഭവിക്കുകയാണ്. ഇതെല്ലാ നാടുകളിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മതത്തിന്റെ പേരിൽ വാളോങ്ങുന്ന ഈ കാലത്ത്, മതം മറ്റുള്ളവനെ കൊല്ലാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി ആ കൊലയെ സേവനമെന്ന് ഓമനപ്പേരിട്ടുകൊണ്ട് ആശ്വസിക്കുന്ന ഈ കാലത്ത് വ്യത്യസ്ത മതസ്ഥിലെ സമർത്ഥരായ ആളുകൾ ഒരേ സ്ഥലത്തിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ഒരേ വിരിപ്പിൽ കിടക്കുകയും ഒരേ സ്റ്റേജിൽ തൊട്ടുരുമി നിൽക്കുകയും ഒക്കെ ചെയ്യുക എന്നത് കേരളത്തിൽ തിരിച്ചു വരാത്തവണ്ണം അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വാടാനപ്പള്ളിയിലെ നാടിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്ന, അതിന്റെ ചരടും മുരടും കയ്യിൽ പിടിക്കുന്ന ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് ചെയ്യുക എന്നത് വലിയൊരു സ്തുത്യർഹമായ അല്ലെങ്കിൽ ശ്ലാഘനീയമായ കാര്യമാണ്. അള്ളാഹു അതൊക്കെ അവരിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് ഹനീഫാജിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ആവേശം ഉണ്ടായി. കാരണം എല്ലാ മഹലിലെ പ്രസിഡന്റുമാരും ഇങ്ങനെ ഒന്ന് പ്രസംഗിച്ചാലോ. ഇവിടെ പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ ചോദിച്ചു, യമാനി ഒരു തികഞ്ഞ പണ്ഡിതൻ, വേണമെങ്കിൽ ഖത്തീബ് ഇല്ലാത്ത സമയത്ത് ഖുത്ബയും പ്രസംഗമൊക്കെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരാൾ. പ്രസിഡന്റിന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഏതോ കാളിയാണോ എന്ന്. അദ്ദേഹത്തിന്റെ വാക്കുവൈഭവം, അദ്ദേഹത്തിന്റെ തന്റേടമുള്ള പ്രയോഗങ്ങളും അൽഹംദുലില്ലാഹ് എല്ലാ ലക്ഷണങ്ങളും ഒരു ചോദിച്ച മഹലാണ്. എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന ഖേദം എനിക്കില്ല. കാരണം ഞാൻ ഇപ്പൊ നിൽക്കുന്ന മഹൽ അത്ര മോശമല്ല. അതുകൊണ്ടാണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ട വിഷയം ജീവിതമാണ് സന്ദേശം എന്നതാണ്. സഹൃദയരായ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഉമ്മമാരെയും വിഷയത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ജീവിതമാണ് സന്ദേശം. സുബൈർ ഹുദവി അതിന്റെ മർമ്മം നമ്മെ പരിചയപ്പെടുത്തുകയുണ്ടായി. കേവല ജ്ഞാനമല്ല, ജ്ഞാനം കൈമാറ്റപ്പെടുന്നിടത്തല്ല അത്ഭുതം, വിജ്ഞാനം കൈമാറപ്പെടുന്ന സ്ഥലത്താണ്. ജ്ഞാനവും വിജ്ഞാനവും അന്തരമുണ്ട്. ജ്ഞാനം പരിശുദ്ധമാകാം, അവിശുദ്ധമാകാം. വിജ്ഞാനം എപ്പോഴും പരിശുദ്ധയാവുള്ളൂ. അറിവ് എല്ലാ സൃഷ്ടികൾക്കുണ്ട്. അറിവ് ആർക്കല്ലാത്തത്? എല്ലാ സൃഷ്ടികൾക്കുണ്ട്. ഞാൻ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് അട്ടപ്പാടിയിൽ ഒരു പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ OMS തങ്ങൾ എന്നോട് പറഞ്ഞു,
ഇപ്പം പോകണ്ട റഹ്മാനി, കാരണം ചുരത്തിലൊരു ആന മത ഇളകിയിട്ട് വണ്ടിയൊക്കെ മറിച്ചിടുന്നുണ്ട്, 1-2 ആളുകളെ കൊന്നും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് ഇപ്പൊ പോയാൽ വലിയ അപകടമാണ്, നിങ്ങളിപ്പോ പോകണ്ടെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിലോ പിറ്റേന്ന് രാവിലെ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ വലിയ മഹാനായിരുന്നു, ഷംസുലുമടക്ക ഷെയ്ഖായിരുന്നു. അവരുടെ കുടുംബ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം ഞാനായിരുന്നു. അപ്പോ കൃത്യം 9:30-10 മണിക്ക് അവിടെ എത്തണം. അതിന് രാത്രിയിൽ അവിടുന്ന് പുറപ്പെട്ടാലേ എത്തുള്ളൂ. ആനയെ പേടിച്ചുകൊണ്ട് പിന്മാറിയാൽ കേവലം ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ വരൂല എന്ന് പറയും പോലെയല്ല. കാലഘട്ടം കണ്ട ഏറ്റവും വലിയൊരു ഷെയ്ഖിന്റെ കുടുംബം മാസങ്ങൾക്ക് മുമ്പ് വന്നു പോകണം, മന്ത്രിമാരൊക്കെ ഉള്ള സാസാണ്, പ്രസംഗിക്കാൻ വന്നു പോകണം എന്ന് പറഞ്ഞിട്ട് ആ സാസിൽ പോകാതിരിക്കുക എന്നുള്ള എന്റെ മനസ്സാക്ഷിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ചവിട്ടുകയാണെങ്കിൽ ചവിട്ട്, ആനല്ലേ എന്ന് കരുതി ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഒരു ആന മാത്രം മത ഇളകാൻ കാരണം എന്ന് വെച്ചപ്പോൾ പറഞ്ഞതാണ്, ആനയുടെ കുട്ടിയെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എങ്ങോട്ടോ മാറ്റി, അപ്പൊ അവരെ തെരഞ്ഞിറങ്ങുകയാണ് ആന. അതാണ് അതിന്റെ ഒരു അറിവാണത്, അതിന്റെ ഒരു അറിവാണ്. അവരെ കിട്ടിയ തട്ടും ചെയ്യും, അതിനറിയാം. പാമ്പിന് വലിയ അറിവുണ്ട്. 12 കിലോമീറ്റർ അപ്പുറമുള്ള ഏരയൊക്കെ ഓടിപ്പോയിട്ട് പിടിച്ചു കഴിക്കാനുള്ള ലെൻസ് പവറും അതിന്റെ അറിവും പാമ്പിനുണ്ട്. എന്തിനേറെ പറയണ, ഉറുമ്പിന് അറിവുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ധാന്യം ഉറുമ്പ് സൂക്ഷിക്കുന്നത് 2 കഷ്ണാക്കിയിട്ടാണ്. കാരണം ധാന്യം അങ്ങനെ പോയി സൂക്ഷിച്ചാൽ അത് വളർന്നു വരും, അത് മുളക്കും. അത് 2 കഷ്ണാക്കിയാൽ മുളക്കൂല, അതൊരറിവാണ്. അതുകൊണ്ട് ഉറുമ്പ് എപ്പോഴും ധാന്യം സൂക്ഷിക്കുന്നത് 2 കഷ്ണാക്കിയിട്ടാണ്. അതേ ഉറുമ്പ് കൊത്തമ്പാലി എന്ന് പറഞ്ഞാൽ മല്ലി എന്ന് അവിടെ പറയുന്നു, കൊത്തമ്പാലിക്ക് അല്ലെ, മല്ലി, അത് ഉറുമ്പ് സൂക്ഷിക്കുന്നത് 4 കഷ്ണാക്കിയിട്ടാണ്. കാരണം മല്ലി 2 കഷ്ണാക്കിയാലും മുളക്കും. മല്ലി മുളക്കാതിരിക്കണമെങ്കിൽ 4 കഷ്ണാക്കണം. ഇത് നമുക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്ന് അവാർഡ് കിട്ടേണ്ടി വരും, അവിടുന്ന് ഡിഗ്രി ഒക്കെ വാങ്ങിയാലേ നമ്മളെ അറിവിലെത്തുള്ളൂ. പക്ഷെ ഉറുമ്പിന് ഈ അറിവ് നേരത്തെ ഉണ്ടെന്ന്. അതാണ് സുബൈറുദ്ദീയുടെ പറഞ്ഞത്, അറിവ് കൈമാറ്റമല്ല. അവിടെയാണ് ഇവിടെ അവാർഡ് വാങ്ങിയ മാഷന്മാർ മുമ്പിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗം എന്റെ കണ്ണ് നിറച്ചു. എനിക്ക് 1ാമത് എന്റെ ശിഷ്യന്മാർ, 2ആണ് എന്റെ കുടുംബം എന്ന് പറയുന്നത്. അറിവ് മാത്രമല്ല, അറിവിന്റെ ആഴിയിൽ പ്രഭ ഒരു ദീപമായ ഹൃദയത്തിൽ കത്തി. സമൂഹത്തെ സമുദ്ധരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആത്മാർത്ഥതയുടെ പരപ്പും വിശാലതയും അറിവ് ഒരു ജലധാരയായി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകും പോലെ ആ പ്രയോഗങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെയുള്ള അധ്യാപകന്മാരെയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ആരാധനാലയങ്ങളും വിദ്യാലയങ്ങൾ പോലും വേശ്യാലയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഞാനതൊന്നും വ്യാഖ്യാനിക്കുന്നില്ല, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ മുമ്പിൽ വരുന്ന കുട്ടികൾ എന്റെ ശിഷ്യന്മാരല്ല, മക്കളാണ് എന്ന് പറയുന്നതിൽ ഒരു വലിയ അർത്ഥമുണ്ട്. അത് എല്ലാ അധ്യാപകന്മാർക്കും മാതൃകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വകയിൽ ആമുഖമായിട്ട് അദ്ദേഹത്തിന് എന്റെ വാക്കുകളെ കൊണ്ടൊന്ന് സൂചിപ്പിക്കുകയല്ല, എന്റെ കടമ തീർക്കുകയാണ്. ഇതെവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താഴെ ഉണ്ടാവും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, എന്റെ കടമ ഞാൻ തീർക്കുകയാണ്. അറിവ് സത്യത്തിൽ അറിവാകുന്നത് അവൻ അറിവ് പോലെ ജീവിക്കുമ്പോഴാണ്. അറിവല്ല പ്രധാനം, തിരിച്ചറിവാണ്. മുമ്പ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയുമെന്നേ. കുഞ്ഞുണ്ണി മാഷ് ഒരു പ്രയോഗമാണ്. കുഞ്ഞുണ്ണി മാഷ് അങ്ങനെ നല്ലൊരു മനസ്സിൽ തട്ടുന്ന കുറെ പ്രയോഗങ്ങളുണ്ട്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗമാണ്, വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. പക്ഷെ മാഷ് ഇവിടെ അടുത്തുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിരുന്നു, മാഷെ ഇന്ന് വായിച്ചിട്ടും വിളയണില്ലല്ലോ, വളയാണല്ലോ എന്ന്. ഇവിടെ അടുത്തുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിരുന്നു മാഷോട്, മാഷെ നിങ്ങൾ പറഞ്ഞത് ശരിയാകുന്നില്ലല്ലോ, വായിച്ചാൽ വിളയുമെന്നാ പറയുന്നത്. ഇന്ന് വായിച്ച് ഡിഗ്രി കയ്യിലുള്ള ആളുകളാണ് കൊല നടത്തുന്നത്. ചിന്തിക്കണേ, ജൂനിയേഴ്സിനെ സീനിയേഴ്സ് കീഴ്പ്പെടുത്തിയിട്ട് കൊണ്ട് കടുത്ത് അറുത്തുമുറിക്കുന്നത് വായിക്കാത്തത് കൊണ്ടല്ല. കൂടെ പഠിക്കുന്ന സഹപാഠിയെ കൂർത്തമൂർത്ത ആയുധം കൊണ്ട് കുത്തിക്കീറി ബത്തക്ക പോലെ വെട്ടിപ്പൊളിച്ചിടുന്ന ആളുകളുടെ പോക്കറ്റിൽ ഡിഗ്രി കടത്തുകൊണ്ട് ഇരിക്കുകയാണ്. വായിക്കുന്നു പക്ഷെ കശ്മലനാകുന്നു, ഡിഗ്രി വാങ്ങുന്നു, കൊലയാളിയാകുന്നു.
ഡിഗ്രി വാങ്ങുന്നു, ഉമ്മയെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നു. ഡിഗ്രി വാങ്ങുന്നു, വാപ്പ തുപ്പുന്ന സമയത്ത് കൊലായിൽ ഒരു അംശം വീണതിന്റെ പേരിൽ ഇംഗ്ലീഷിൽ വാപ്പയെ ചീത്ത പറയുന്നു. അല്ലേ? ഇംഗ്ലീഷിന്റെ കമ്മിയല്ല, സയൻസിന്റെ അഭാവമല്ല, ഹൃദയത്തിൽ കത്തേണ്ട ഒരു തിരിച്ചറിവിന്റെ പ്രകാശമുണ്ട്, അതില്ലാത്തത് കൊണ്ടാണ്. ഇന്നത്തെ ഒരു രീതി എന്താന്ന് വെച്ചാല്, അറിവുള്ള കാടന്മാർ അധികരിച്ച കാലമാണ്, മാതാപിതാക്കളുള്ള എത്തിയും കുട്ടികൾ അധികരിച്ച കാലമാണ്. മാതാപിതാക്കളുണ്ട്, പക്ഷെ എത്തിയും കുട്ടികളാണ്. അങ്ങനെ വാപ്യമുണ്ട് എന്നുള്ള ആ കുട്ടിയെ നോക്കുമ്പോ ജീവിതശൈലി പഠിക്കുമ്പോ അറിയേയില്ല. തെണ്ടുന്ന കുട്ടി, ചുമരിൽ വൃത്തികേട് എഴുതുന്ന കുട്ടി, പാതിരാവിന്റെ ഉള്ളറയിൽ ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് കള്ള് മോന്തിയിട്ട് ട്രൗസർ ഇട്ടുകൊണ്ട് നഗ്നനായും അല്ലാതെയും മേലക്കപ്പാട്ട് പാടിയിട്ട് താടി ചുറ്റുന്ന കുട്ടി, കണ്ടാൽ വൃത്തികേടുള്ള കുട്ടി, കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിലേക്ക് പാറിപ്പറക്കുന്ന ഈയാമ്പാറ്റകളായി സമൂഹത്തിലെ കുട്ടികൾ അലപ്പുകളായി ചവറുകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കളുണ്ട്, പക്ഷെ എത്തിയും കുട്ടികളാണ്. ഭർത്താവുണ്ട്, പക്ഷേ ഭർത്താവില്ലാത്ത ഭാര്യമാർ ഭർത്താവ് ഉള്ളതോടുകൂടി ചാടിപ്പോകുന്നു. മിനിഞ്ഞാന്നാണ് ഒരു സ്ഥലത്ത് സ്കൂൾ ബസ്സിൽ ഡ്രൈവറെ കൂടെ 3 കുട്ടികളുള്ള ഒരു ഉമ്മ, ഒരു ചെറുപ്പക്കാരത്തി പെൺകുട്ടി ചാടിപ്പോയത്. ഇപ്പോഴും 2 വയസ്സുള്ള കുട്ടി ഉമ്മയെ തേടി തേങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഉമ്മച്ചി എവിടെ, എന്റെ ഉമ്മച്ചി എവിടെ എന്ന് ചോദിക്കുമ്പോൾ വാപ്പക്ക് ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ കണ്ണു നിറയുകയാണ്. എവിടെ? തൊട്ടടുത്ത പ്രദേശങ്ങളിൽ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെയാണ് ജീവിതത്തിന്റെ സന്ദേശം നാം പഠിക്കേണ്ടത്. അവിടെയാണ് ജീവിതത്തിന്റെ സന്ദേശം കൃത്യമായി, വ്യക്തമായി, ശക്തമായി പഠിപ്പിച്ചൊരു മഹാമനീഷിയുടെ സ്മരണയില ഈ പന്തലത്ത് നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ളത്. ഏതാണ് മഹാനെന്നറിയോ? നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ കുറ്റാൻ പിടിച്ച വെളിയങ്കോട് ഭർത്താവുയാണ്. ജീവിതത്തിന്റെ സന്ദേശം കൃത്യമായി അവതരിപ്പിച്ചവരവരാണ്. എന്താണ് ജീവിതത്തിന്റെ സന്ദേശം? അത് സുബഹി സമയത്ത് നമ്മൾ കൈകെട്ടിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇതാണ് ജീവിതത്തിന്റെ സന്ദേശം. വജ്ഹതു വജ്ഹിയ, ഇത് ജീവിതത്തിന്റെ സന്ദേശമാണ്. അത് ചൊല്ലി പറഞ്ഞുകൊണ്ടായില്ല. ഇവിടെ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പൊന്നുമോനെ, വെളുപ്പാങ്കാലത്ത് പ്രഭാതത്തിൽ കിഴക്ക് വെള്ളകേറി സൂര്യോദയം സംഭവിക്കുന്നതിന്റെ മുമ്പേ സുബഹി നിസ്കാരത്തിന് വേണ്ടി സടകുടഞ്ഞേറ്റുകൊണ്ട് കൈകെട്ടിയിട്ട് പടത്തറമ്പുരാത്തോട്ടിൽ നീ പറയുന്നത് പച്ചക്കളവല്ലേ? ഇമാം ഗസാലി ചോദിക്കുകയാണ്. കാരണം നീ പറയുന്നത് എന്താ? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരവും എന്റെ ഹജ്ജും എന്റെ നോമ്പും എന്റെ സകാത്തും എന്റെ സകലമാന അനക്കാടക്ക ഒതുക്ക പ്രവർത്തന പ്രവണതകളും ചലന നിശ്ചലനാവസ്ഥകളും എന്റെ ജീവിതവും എന്റെ മരണവും അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അതാണ് ജീവിതം, അതാണ് ജീവിതം. പക്ഷെ ഇത് പറയുന്ന ആളുകൾ ആ പറയുമ്പോഴെന്നെ വേറെന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. സത്യത്തിൽ വജ്ജഹത്തു എന്നത് ഏറ്റവും വലിയ ലവ് ലെറ്റർ ആണ്. അതിന്റെ മേലെ ഒരു കവിതാക്കൾക്കും ലവ് ലെറ്റർ എഴുതാൻ കഴിയില്ല. അതിന്റെ വാക്കുകൾ ഹൃദയസ്പൃക്കാണ്. അത്ര വലിയ കാമത്തിന്റെ, മോഹത്തിന്റെ, പ്രണയത്തിന്റെ ഒരു മഷിയിൽ മുക്കിയിട്ടാണ് ഹൃദയത്തിൽ അത് എഴുതി വെക്കേണ്ടത്, അല്ലെ? സാധാരണ കവിതാക്കൾ അങ്ങോട്ടും പറയുന്ന വാക്കുകളാണ്. എന്റെ ജീവിതവും എന്റെ ഓട്ടവും എന്റെ വണ്ടിയും എന്റെ ടെക്സ്റ്റൈൽസും എന്റെ ഹോട്ടലും, അല്ലെ? എന്റെ എത്തും പേന എന്റെ ഓർമ്മയും, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ ഓരോ വറ്റിലും നിന്റെ മുഖമാണ്, അല്ലെ? പറയാറുണ്ടല്ലോ, അല്ലെ? അതന്നെ ഇവിടെ പറയുന്നു. പടച്ചോനെ, എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം നിനക്കാണ്. എത്ര വലിയ മനോഹരമായ
ലവ് ലെറ്റർ ആണത്. പക്ഷേ അതും നമ്മുടെ ജീവിതം തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അതും നമ്മുടെ ജീവിതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിങ്ങനെ 5 വക്തിന് പറയാ എന്നല്ലാതെ അതും നമ്മുടെ ജീവിതവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അതാണ്, അതിനെ ബന്ധപ്പെടുത്തുന്നതാണ് ജീവിതത്തിന്റെ സന്ദേശം. സത്യത്തിൽ മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്നറിയങ്ങള്? അത് സത്യത്തിൽ ഇബാദത്തിന് വേണ്ടി മാത്രമല്ല. കാരണം ഇവിടെ എന്താ ഇബാദത്ത് ഇല്ലാത്തത്? ഇവിടെ മനുഷ്യൻ വരുന്നതിന് മുമ്പ് മലക്കുകൾ ഉണ്ടല്ലോ, അതിന്റെ മുമ്പേ ഉണ്ടല്ലോ. മലക്കുകളുടെ ഇബാദത്ത് നമുക്ക് എടുക്കാൻ കഴിയും. കാരണം ചില മലക്കുകൾ റുക്കുവിൽ തന്നെയാണ്. നമുക്ക് റുക്കുവിൽ തന്നെ ഒരു 5 മിനിറ്റ് നിൽക്കാൻ പറ്റുമോ? അപ്പോഴേക്ക് മുട്ടുവേദന തുടങ്ങിയില്ലേ? ചില മലക്കുകൾ റുക്കുവിൽ എണീക്കൂല, റുക്കുവിൽ തന്നെയാ. അപ്പൊ റുക്കുവിന്റെ കമ്മി ഇവിടെ ഇല്ല. ചില മലക്കുകൾ സുജൂദിൽ എണീക്കൂല, സുജൂദിൽ തന്നെയാണ്. അപ്പൊ സുജൂദിന്റെ കമ്മി ഇവിടെ ഇല്ല. ചില മലക്കുകൾ ഖിയാമിൽ തന്നെയാണ്. അപ്പൊ ഖിയാമിന്റെ കുറവും ഇവിടെ ഇല്ല. പിന്നെ നോമ്പിന്റെ മലക്കുകൾക്ക് എന്നും ഭക്ഷണമില്ലല്ലോ, വെള്ളമില്ലല്ലോ, സദാ ഭക്ഷണം വെള്ളം ഒഴിവാക്കുന്ന അവസ്ഥയിലല്ലേ. ഇവിടെ ഇബാദത്തിന്റെ കുറവുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാ മാത്രം മനുഷ്യനെ കൊണ്ടുവന്ന് പറയുമ്പോ എന്താ ഇബാദത്ത് ചെയ്യാൻ? മലക്കുകൾ മാത്രല്ല, ഈ ബോക്സ് ഇബാദത്തിലാണ്. ഇബാദത്തിലാണ്. ഈ ചെടികൾ ഇബാദത്തിലാണ്. വന്നജ്മു വള്ളിച്ചെടികൾ, വസ്സജറു മരങ്ങൾ, യസ്ജുദാൻ സജദാനല്ല, യസ്ജുദാൻ മുളാരിയ ഫീലാണ്, എപ്പോഴും സുജൂദിലാണ്. നമുക്ക് സുജൂദിനേക്കാൾ വലിയ ഇബാദത്തില്ലല്ലോ. അപ്പൊ ഇതൊക്കെ സദാ ഈ പുല്ല് സുജൂദിലാണ്, സുജൂദിൽ തന്നെയാണ്. കാരണം അതിന്റെ വേര് ഭൂമിയിലാണ്. വേരാണ് സത്യത്തിൽ വായ. വായ കൊണ്ടല്ല ഭക്ഷണം കഴിക്കല്. ഈ മരത്തിന്റെ ഒക്കെ തല ഭൂമിക്കടിയിലാണ്. കാരണം വേരാണ് അടിയിൽ, വേര് തലയാണ്. കാരണം തല ഭൂമിയിൽ അമർത്തലല്ലോ സുജൂദ്. അപ്പൊ സുജൂദിൽ തന്നെ എവിടെയൊക്കെ ഉള്ളത് യസ്ജുദാൻ. എന്നിട്ട് പിന്നെ നമ്മൾ സുജൂദിന്റെ വർത്താനം പറഞ്ഞിട്ട് അവരെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? അവരെ മികക്കാൻ പറ്റുമോ? അവരെ നമുക്ക് പിന്നിലാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നത് ഇതാണ്. മനുഷ്യനെ വന്നത് കേവല ഇബാദത്തിനല്ല, കേവല ഇബാദത്തിനല്ല. പിന്നെന്തിനാണ്? ഇൽമിന് വേണ്ടിയാണ്. മനുഷ്യൻ സ്വർഗത്തിലായിരുന്നു. സ്വർഗത്തിൽ ഇൽമ് പൂർണ്ണാവൂല. കാരണം സ്വർഗത്തിൽ അള്ളാഹുവിന്റെ സന്തോഷം മാത്രമേ അറിയുള്ളൂ. അതിന് ഞങ്ങൾ പറയും ജമാലിയത്തിന്റെ ഇസ്മ മാത്രമേ മനസ്സിലാവുള്ളൂ. അള്ളാഹുവിന്റെ സന്തോഷം, അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ കൃപ, അള്ളാഹുവിന്റെ കാരുണ്യം, ഇത് മാത്രമേ സ്വർഗത്തിന് കിട്ടുള്ളൂ. നരകത്തിലോ? നരകത്തിൽ അള്ളാഹിന്റെ അദാബിന്റെ കേന്ദ്രമാണ്. അപ്പൊ അള്ളാഹു ദേഷ്യം പിടിച്ചാൽ എങ്ങനെയെന്നാ നരകത്തിന് മനസ്സിലാവുള്ളൂ. അള്ളാഹിന്റെ ജലാലിയത്തിന്റെ ഇസ്മയെ നരകത്തിന് മനസ്സിലാവുള്ളൂ, ജമാലിയത്തിന്റെ ഇസ്മയെ സ്വർഗത്തിന് മനസ്സിലാവുള്ളൂ. എന്ന് നമുക്ക് എന്ത് വേണം? അള്ളാഹിന്റെ ജലാലിയത്തിന്റെ ഇസ്മും കിട്ടണം, ജമാലിയത്തിന്റെ ഇസ്മും കിട്ടണം. അതിനെന്ത് വേണം? രണ്ടും സമ്മിശ്രമായി ഉള്ള ഒരു സ്ഥലത്തേക്ക് വരണം. ഏതാ? ദുന്യാവ് മാത്രം, ദുന്യാവ് മാത്രമാണ്. അപ്പൊ മനുഷ്യൻ ദുന്യാവിലേക്ക് വന്നത് ഇൽമ പഠിക്കാനാണ്. അതുകൊണ്ടാണ് മുസ്തഫ നബി പറഞ്ഞത് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. വിജ്ഞാനം വിളംബരം ചെയ്യുന്ന സദസ്സ് സ്വർഗീയ ഭൂമികയിൽ നിന്നുള്ള ഭൂമികയാണ്. നാക്കിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه. الله 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 ഹൃദയത്തിന്റെ വസന്തമേ, ജീവിതത്തിന്റെ സുഗന്ധമേ, പക്കയിൽ ഉദിച്ച പ്രഭയേ, മദീനയിൽ നിദ്ര കൊള്ളുന്ന നിലാവ്, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമേ, വിശ്വമാന വിഘാതയുടെ വിമോചന ഗീതമേ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. പോരാ പോരാ, വാളനപ്പള്ളിയിൽ നിന്ന് ഇത്രയും സലാത്തിന്റെ ഒരു ഹാലുണ്ടായ പോരാ. ഒന്ന് ഗംഭീരമായിട്ട്, ഇത്തിരി അത്യുച്ചത്തിലായിട്ട് ഗംഭീരമായിട്ട് ആണുങ്ങൾ ചെല്ലണം. ഈ സ്വർഗീയമായ ഉദ്യാനത്തിൽ നിന്ന് മദീന മലർവാടിയിലേക്ക് സ്വലാത്തിന്റെ സ്നേഹത്തിന്റെ അക്ഷരവീജികൾ തിരമാല പോലെ തല തള്ളി തകർത്തുകൊണ്ട് അതിന്റെ സന്ദേശവും മദതും തിരിച്ച് അവിടുത്തെ നെളറ് നമുക്ക് കിട്ടണം. അതുകൊണ്ട് ആണുങ്ങളൊന്ന് മനസ്സിന്റെ വാതായനങ്ങൾ തുറന്ന് ഒന്ന് അധരം ചലിപ്പിക്കണം. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ അന്നബിയ ഹാളിറൂൻ. ഓപ്പ
ഓപ്പറേറ്റർ പറ്റുമെങ്കിൽ ഡീലൊന്ന് കൊടുക്കുക കേട്ടോ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഡീലൊന്ന് കുറക്കല്ല കൊടുക്കുക, കൂട്ടുക. النبي حاضرون يعلموا علم اليقين النبي حاضرون يعلموا علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله الله ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയത്തോഴനിലേക്ക് മദീനയുടെ മലർവാടിയിൽ ചെന്നുകൊണ്ട് ഓരോ അക്ഷരങ്ങളും പുന്നാര നബിയുടെ പ്രണയത്തിന്റെ സ്വർഗീയമായ പട്ടണത്തിലേക്ക്, പരിഹാരത്തിന്റെ പരിവാരത്തിന്റെ പരവതാനിയിലേക്ക് കുളിർക്കാറ്റായി മദീനയിൽ നിന്നടിച്ചു വീശുന്ന ആധികളിൽ നിന്ന്, വ്യാധികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്ന്, ക്ലേശങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, ബലഹീനതയിൽ നിന്ന്, പ്രകോപനങ്ങളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ തലബൽ ഇൽമ, ആരെങ്കിലും ഇൽമ തേടി ഒരു വഴിയിൽ പ്രവേശിച്ചാൽ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, ആരെങ്കിലും ഇൽമ തേടി ഒരു വഴിയിൽ പ്രവേശിച്ചാൽ, സഖലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, പാലാരവിഞ്ഞാറ് കളകളാരവം മുഴക്കിയൊഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാ. തൊട്ടാത്ത നാട്ടിന്റെ മുത്തേ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. കാരണം ദുനിയാവിൽ മനുഷ്യൻ വന്നത് ഇൽമിന് വേണ്ടിയാണ്. അതില്ലാത്ത അതിനിപ്പോ വേഷം ഉണ്ടായിക്കോളുന്നില്ല. അന്ന് കേവല സ്കൂൾ പഠനം കൊണ്ട് കാര്യമില്ല. അങ്ങനത്തെ മാഷന്മാരെ മുമ്പിലിരിക്കണം. ഇപ്പോൾ ഇവിടെ എഴുന്നേറ്റ് അവാർഡ് വാങ്ങിപ്പോയ മാഷന്മാരെ മുമ്പിലിരിക്കണം. കുട്ടികളെ തൻ്റെ മക്കളെ പോലെ കാണാം. മക്കള് വെറും വിദ്യാഭ്യാസം മാത്രം ഉണ്ടായ പോലെ മക്കള് ചരിത്രം സൃഷ്ടിക്കുന്ന ആളുകളായിരിക്കണം എന്ന് രക്ഷിതാവിന് ബോധം ഉണ്ടാവും. അതുകൊണ്ട് കേവല ഡോക്ടറായ, നേരത്തെ സുബൈർ ഉദവി പറഞ്ഞ പോലെ, കേവല ഡോക്ടറായാല് വന്ന രോഗിയെ വെച്ചിട്ട് എങ്ങനെ പണം ഉണ്ടാക്കാന്ന് മാത്രമേ എനിക്കുള്ളൂ. എങ്ങനെ പണം ഉണ്ടാക്കണം? കിഡ്നി മോഷ്ടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അറ്റാക്ക് ഉണ്ടാവൂല. വെറുതെ ഗ്യാസിന്റെ ഒരു ചെറിയ വേദന ഉണ്ടാവുള്ളൂ. അറ്റാക്ക് എന്നിട്ട് വെട്ടി പൊളിച്ചിട്ട് പൈസ വാങ്ങാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു ഗർഭിണി വരികയാണെങ്കിൽ വെറുതെ കാശ് വാങ്ങാൻ. പ്രസവം എന്നുള്ള രോഗമല്ല, അത് ഉള്ളിൽ തന്നത് അള്ളാഹുവാണ്, പുറത്തു കൊണ്ടുവരും. അതിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കല്ല, വെറുതെ വെട്ടിപ്പൊളിക്കാണ്. ഒരു കുട്ടിനെ ഭൂമിയിലേക്ക് മര്യാദക്ക് വരാൻ സമ്മതിക്കില്ല, കീറിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതിന്റെ ഒക്കെ കാരണം എന്താ അറിയോ? അത്യാവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നവര് തെറ്റ് ചെയ്യുന്നല്ല ഈ പറയും. ഇതൊക്കെ ഒരു വെറും പണോത്പാദന രീതികളായിട്ട് മാറിയതാണ്. വെറും പണം പണം പണം, അതിന്റെ മുകളിൽ പരുന്തും പാറൂല എന്ന ആ വാക്യത്തെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റൽ മുതൽ എല്ലാ സ്ഥലങ്ങളും അല്ലാഹു കാത്ത്. വിദ്യാഭ്യാസം വരെ പണം കൊള്ളയടിക്കാനുള്ള മാർഗമായി ഉപയോഗപ്പെടുത്തുന്നതിലേക്ക് സുബൈർ ഹുദവി വിരലൊന്ന് ചൂണ്ടി അങ്ങോട്ട് ഞങ്ങൾ എത്തിക്കുന്നില്ല എന്ന് മാത്രം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ആ വെറും പഠനം മാർക്ക് മാർക്ക് മാർക്ക്. ഈ തൃശ്ശൂരിന് എങ്ങാണ്ട് ഒരു വാപ്പ മോനോട് പറഞ്ഞു, SLC പരീക്ഷയിൽ തോറ്റാല് വാപ്പാന്ന് വിളിച്ചുകൊണ്ട് വരണ്ടാന്ന്. ഇനി കുട്ടിക്ക് പഠിക്കാൻ കഴിയുമോ? കാരണം തോറ്റാല് എന്താ വാപ്പ പറഞ്ഞേ? തോറ്റ വാപ്പാന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന്. കുട്ടി തോറ്റിട്ട് വീട്ടിൽ നിന്നിട്ടുണ്ട്. അളിയ അളിയ ഞാൻ തോറ്റിട്ടുണ്ടായിരുന്നു. അളിയാന്നോ? നിങ്ങൾ വാപ്പാന്ന് വിളിച്ച് വരണ്ടാന്ന് പറഞ്ഞില്ലേ? നീ അളിയനല്ലാതെ എന്തെന്നാക്കാനാണെന്ന് വെച്ച്. ഇന്നത്തെ കുട്ടികളെല്ലാം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? ഇന്നത്തെ കുട്ടികൾക്കുണ്ടോ? മാഷന്മാരെ നിർത്തിപ്പൊരിക്കുന്ന കുട്ടികളാണ്. ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞാലോ ഇതിൽ പൊട്ടന്മാരുണ്ടെങ്കിൽ എണീറ്റിക്കാന്ന്. കുട്ടികളെ വെറുതെ പൊട്ടന്മാരുണ്ടെങ്കിൽ എണീറ്റിക്കാന്ന്. ആരും എണീറ്റുന്നില്ല. അപ്പോൾ ഒരു കുട്ടി, മുന്നിലൊരു കുട്ടി എണീറ്റുന്നു. ടീച്ചർ ചോദിച്ചാലോ നിങ്ങൾ ഈ പൊട്ടനാണോന്ന്. നിങ്ങൾ മാത്രം നിൽക്കുന്നുണ്ടപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട്, അപ്പോൾ ഞാൻ സഹകരിച്ചെന്നാണ് എന്ന് പറഞ്ഞു. കാരണം ആദ്യം ടീച്ചർ എഴുന്നേറ്റിക്കണ്ടല്ലോ, അപ്പോൾ പൊട്ടത്തി അതന്നെയാണല്ലോ. ഞങ്ങൾ മാത്രം എണീറ്റിക്കണുണ്ടപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട്, അപ്പോൾ ഞാനൊന്ന് സഹകരിച്ചെന്നാണ്, ക്ഷമിക്കണമെന്നാണ്. ഇതാണ് മുന്നിൽ വരുന്നിട്ട് വിജ്ഞാനം പഠിക്കുന്ന കുട്ടികൾ. ആ കുട്ടികൾ അതേ സ്വഭാവം മദ്രസയിലും കാണിക്കപ്പോ. ഈ കൊടുങ്ങല്ലൂരില് 2ാം പള്ളി നിർമ്മിക്കപ്പെട്ട അതേ മഹല്ലിൽ ഖത്തീബായി ജോലി ചെയ്യുന്ന എന്റെ പ്രിയങ്കനായ സുഹൃത്ത് ഹാരിസ് ഫൈസി എന്നോട് പറഞ്ഞു,
മദ്രസയിലെ 10ാം ക്ലാസ്സിലെ ഒരു കുട്ടി കുറച്ച് വൈകി വന്നപ്പോഴേ ഇദ്ദേഹം അവിടെ ഉസ്താദാണ്. ഇദ്ദേഹം ചോദിച്ചു, എന്താണ് വൈകിയെന്ന്. അപ്പൊ കുട്ടി കൂളായിട്ട് പറയാണല്ലേ, ഞാൻ സിനിമ കണ്ടു വന്നപ്പോ കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങിയത്, അതുകൊണ്ട് വൈകിയതാണ്. എങ്ങനെ ഉതിർ പറയാണ്, ഉതിർ പറയാൻ ആ ഉസ്താദിനോടാ പറയുന്നതെന്നുള്ളത് ഒന്നുമില്ല. ഞാൻ സിനിമ കണ്ട് കുറച്ച് വൈകിട്ടാ ഉറങ്ങിയത്, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയതാണ്, ക്ഷമിക്കണം, കാരണം തക്കതായ ഉതിർ എന്റെ കാത്തുന്നുണ്ട് എന്ന്. അപ്പൊ അദ്ദേഹം ചോദിച്ചോലോ, ഈ മാത്രം ഒറ്റക്ക് പോയിട്ട് രാത്രി സിനിമ ആണ് അല്ലെ? വാപ്പയമ്മയൊക്കെ ഉണ്ടായിരുന്നു. വാപ്പയമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ജമാഅത്തായിട്ടാണ് കണ്ടത്. തിരിച്ചു വന്നപ്പോഴേ 27 ഡിഗ്രി കൂലി കിട്ടുമല്ലോ. തിരിച്ചു വന്നപ്പോ ഒത്തിരി വൈകിപ്പോയതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ശിക്ഷിക്കരുത്, തക്കതായ ഉതിർ ഞങ്ങൾ കുടുംബത്തിനുണ്ട് എന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണേ, ഇവിടെ അറിവില്ലാത്തത് കൊണ്ടല്ല, അറിവ് വെളിച്ചമാക്കണേ. അറിവ് വെളിച്ചമാക്കണം. അറിവ് എല്ലാ വസ്തുക്കൾക്കുമുണ്ട്, പക്ഷെ തിരിച്ചറിവ് മനുഷ്യന്റെ കുത്തകയാണ്. അത് നഷ്ടപ്പെട്ടാൽ വാപ്പാരാന്നറിയൂല, ഉമ്മാരാന്നറിയൂല, പെങ്ങളാരാന്നറിയൂല, ജ്യേഷ്ഠനാരാന്നറിയൂല. അറിവുണ്ടായതുകൊണ്ട് ഇത് അറിയില്ല. തിരിച്ചറിവുണ്ടാകുമ്പോഴേ അയൽവാസി ആരാന്നറിയുള്ളൂ, കുടുംബം ആരാന്നറിയുള്ളൂ, ആ മുസ്ലിമായിട്ട് എങ്ങനെ പെരുമാറണം എന്നറിയുള്ളൂ, എങ്ങനെയാണ് ഒരു സാസിൽ ഇരിക്കുക എന്നറിയുള്ളൂ. അത് തിരിച്ചറിവ് അത്യാവശ്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. അതുണ്ടാകുന്നത് മദ്രസയിൽ നിന്നും ദർസിൽ നിന്നും കോളേജുകളിൽ നിന്നുമാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ മൊത്തം അലസരായി പൊയ്ക്കൂടാ. ആനകളെ പോലെ ചവിട്ടിമതിച്ചും പുലികളെ പോലെ കടിച്ചുകൂറിയും പാമ്പുകളെ പോലെ വിഷമോടിയും തേളുകളെ പോലെ കുത്തിനോവിച്ചും പെരിച്ചായികളെ പോലെ ഉറപ്പൊടുത്തു അലമ്പുകളായി ചവറുകളായി കല്ലുകളെ പറയിപ്പിക്കുന്ന പ്രളാമയമായ അന്തരീക്ഷത്തില് കാട്ടിലെ മൃഗങ്ങളെ നാണിപ്പിക്കുന്ന അവസ്ഥയില് ഒറ്റത്ത് തയമ്പുള്ള പൊട്ടു ആജിക്കാന്റെ മക്കളും പേരക്കുട്ടികളും വരെ നാടുകളില് മാറിക്കൊണ്ടിരിക്കുമ്പോ അജുമ്മാന്റെ മകള് ചാടിപ്പോകുമ്പോ തഹജ്ജുദ് ആജിക്കാന്റെ മോന് കല്ലുകുത്തി വാങ്ങി കുളിക്കുമ്പോ അറിവ് മാത്രമല്ല പ്രധാനോ, അത് തിരിച്ചറിവാണ്. തിരിച്ചറിവാണ്. അപ്പോഴേ മനുഷ്യനായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ മനുഷ്യനായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ അവിടുത്തെ മാഷെ അഭിനന്ദിക്കണം. അദ്ദേഹം കുട്ടികളെ മുടി വരെ പിടിക്കുന്ന ആളാണ്. ഒരു സ്കൂൾ, അതൊക്കെ മുദരിസ്മാരുടെ പണിയാണ്. അതൊക്കെ മദ്രസയിലെ മാലിന്യങ്ങളുടെ പണിയാണ്. മുടിയുടെ രൂപം മനസ്സിലാക്കിയിട്ട് നല്ല രൂപത്തിൽ. ഇപ്പൊ കുട്ടികളുടെ മുടി അങ്ങനെ ഓരോ മാസത്തിലും ഓരോ മോഡലാണ്. മുമ്പൊക്കെ ഇളനീര് ചെത്തിച്ച പോലെ സൈഡൊക്കെ വരണ്ടിയിട്ട് നടുവിൽ ഇങ്ങനെ വൈക്കോൽ കൊണ്ട് ഏറ്റി പോകുന്ന പോലെ തോന്നും കണ്ടാൽ. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ ഞാനിപ്പോ 2 ദിവസം മുമ്പ് കണ്ണൂർ സ്റ്റേഷനിലെ ട്രെയിൻ കാത്തിക്കുക, പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടി സ്റ്റേഷനിൽ ഇങ്ങനെ ട്രെയിൻ കാത്തിക്കുമ്പോഴേ ഒരു പയ്യനുണ്ട് കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പൊ എനിക്കിങ്ങനെ കണ്ടപ്പോൾ തോന്നി മരക്കൊത്തി പാറി വരികയാണെന്ന് തന്നെ. എന്റെ കാര്യം എന്നെ നടുവിൽ ഒരു 5-8 മുടി ഇങ്ങനെ ആടുക. അപ്പൊ ഇങ്ങനെ നടക്കണതിനനുസരിച്ചുകൊണ്ട് ഈ മുടി. അപ്പൊ എനിക്കൊന്ന് മരക്കൊത്തി പാറി വരികയാണോ എന്താ സാർ? കാരണം സൈഡും മാത്രല്ല, ഒരു 90% മൊട്ട. ഈ സെന്ററിൽ മാത്രം ഇങ്ങനെ ഒരു 5-6 മുടി ഇങ്ങനെ ഇങ്ങനെ പുല്ല് മുളച്ച മാതിരി. അപ്പൊ അവൻ നടക്കുന്നത് പഴയ നല്ല കുള്ളനാ. ഇവനാണെങ്കിൽ ആ മറ്റേ ടൈറ്റ് പാൻറ് ഉണ്ടല്ലോ, ആ എണ്ണയും തൈലിട്ട് ഊഞ്ഞാലും കൊണ്ട് ഊരാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു പാൻറ് ഇല്ല. നിങ്ങളുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കലുണ്ട്, ഈ പാൻറ് ഇട്ടിട്ട് കുട്ടികൾ എങ്ങനെ നടക്കുന്നെന്ന്. അല്ല, ഇത് അസുഖാവൂലേ? ടൈറ്റ് പാൻറ് അതെന്നെ ഊരമെന്നൊക്കെ സവാരി ചെയ്തിട്ട് ഇലാ ഹൽറത്ത് ഡാഷ് വരെ എത്തിക്കണ്. ഇപ്പൊ എന്തോ ഒരു ജംഗ്ഷനുമ കുടുങ്ങിയിട്ട് അമ്പുമ്മ കയറി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സ്ഥലം ആ രീതിയിലായതുകൊണ്ട് നാട് എരപ്പാണില്ല. അല്ല, പാൻറ് പിന്നെ ഇറങ്ങുകയാണ്. പക്ഷെ അവിടെയുള്ള എന്തൊക്കെ അവയവങ്ങൾ പറയാണ്, ഞാൻ പിടിച്ചു നിൽക്കണം. എവിടെ എത്തി കുട്ടികളുടെ അവസ്ഥ? ഇങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയല്ല എന്ന് ഉറപ്പാണ്. കാരണം നിസ്കാരം സഹിയാണെങ്കിൽ ഷർട്ട് ഇട്ടുകൊണ്ട് കാര്യമില്ല, മുകളിലൂടെ നോക്കി ഔറത്ത് കാണാൻ പാടില്ല. നിന്റെ ബട്ടനും എങ്ങനെയാ സിനിമ സ്റ്റൈലാ ബട്ടനുള്ളത്, മുകൾ ഭാഗമൊക്കെ തുറന്നിട്ടിട്ടാണ്. എന്നിട്ട് നീ പാന്റ് കൊണ്ട് ഇട്ടത് ഊരയുടെ സെന്ററിൽ. ഇങ്ങനെ നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരം മൊത്തം സീറോയാണ്. നിസ്കാരം സഹിയല്ല. മുടിമൊക്കെ നോക്കിയാൽ മുടിയാണെങ്കിലോ കാടത്ത് നിറഞ്ഞ മുടി, വലിയ പെരിച്ചായ ചത്ത് കിടന്ന അറിയില്ല, അത്ര വലിയ മുടി. അതിനിപ്പോ കുറെ കുട്ടികൾ മഗ്‌രിബ് കെട്ടായാൽ ട്രൗസർ ഇട്ടിട്ട് പുറത്തിറങ്ങണം. ഇതൊക്കെ അമേരിക്കൻ രീതിയാണ്. ഇതൊക്കെ പാശ്ചാത്യ ഉച്ചിഷ്ടങ്ങളാണ്. അത് എവിടെ? നമ്മുടെ നല്ല നല്ല കൊലായികളിൽ
ഔലിയാക്കൾ പോലും ജീവിച്ച കൊലായിൽ ഇങ്ങനത്തെ കുട്ടികളപ്പ വളരുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണേ, അവിടെയാണ് ഉമർക്കാളിയെ നമ്മൾ ഓർക്കുന്നത്, അവിടെയാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിനെ നമ്മൾ ഓർക്കുന്നത്. ഈ രണ്ട് ഉമറും ലോകത്തോട് വിട പറഞ്ഞത് ഈ മാസത്തിലാണ്. ഈ രണ്ട് ഉമറും അങ്ങനെയാണ്. ആരായിരുന്നു അമീറുൽ മുഅ്മിനീൻ? അമീറുൽ മുഅ്മിനീൻ ജീവിതത്തിൽ 3 പെൺകുട്ടികളെ ജീവനോട് കുഴിച്ചു മൂടിയ ഏറ്റവും വലിയ ദുഷ്ടനായിരുന്നു, അക്രമിയായിരുന്നു, അഹങ്കാരിയായിരുന്നു, കാട്ടുപോത്തായിരുന്നു. പക്ഷേ ഈ കാട്ടുപോത്തായ അഹങ്കാരിയായ അക്രമിയായി മനുഷ്യനെ പിന്നീട് ആരാക്കി മാറ്റി? സ്നേഹത്തിന്റെ മാൻപേടയാക്കി മാറ്റിയില്ലേ? കാട്ടുപോത്തായ ഉമറിനെ മാൻപേടയാക്കി മാറ്റിയ മഹാനാരാ, അത് ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതാണ് ജീവിതം. ജീവിതം പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടാനുള്ളതാണ്. ജീവിതം നിരാശയുടെ കയ്പനീര് കുടിച്ചിട്ട് തളരാനുള്ളതല്ല. ഇനി ഞാൻ നന്നാവൂല എന്ന് തീരുമാനിക്കാനുള്ളതല്ല ജീവിതം. ജീവിതം നന്നാവാനുള്ള വാതായനങ്ങളെ പരിശുദ്ധമായിട്ട് ഇസ്ലാം തുറന്നിടപ്പെട്ട രീതിയിലുള്ളതാണ്. നന്നാവണമെങ്കിൽ അറിവ് വേണം. അറിവിനാണല്ലോ ഈ ലോകത്തെ ഏറ്റവും സൗകര്യം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അറിവിനാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സൗകര്യം. നിങ്ങളോ ഭക്ഷണം കഴിക്കാൻ വായോണ്ടേ പറ്റുള്ളൂ, പിടിക്കാൻ കൈകൊണ്ടേ പറ്റുള്ളൂ, നടക്കാൻ കാലുകൊണ്ടേ പറ്റുള്ളൂ, മണക്കാൻ മൂക്കൊണ്ടേ പറ്റുള്ളൂ, അല്ലേ? ചെവിടുകൊണ്ട് മണക്കലുണ്ടോ? നിങ്ങൾ ചെവിടുകൊണ്ട് മണക്കല്? മൂക്കൊണ്ടല്ലേ? കേൾക്കാൻ ചെവിടുകൊണ്ടേ പറ്റുള്ളൂ. പക്ഷെ അറിയാനോ എല്ലാം കൊണ്ടും പറ്റും. കൈകൊണ്ട് തൊട്ടിട്ടറിയാം. തൊട്ടറിവ്, മണത്തറിവ്, കണ്ടറിവ്, കേട്ടറിവ്, പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും അറിയാനുള്ള വാതിലുകളാണ്. കഴിക്കാൻ സൗകര്യം കുറവാണ്, മണക്കാൻ ഒറ്റ അവയവം, കാണാൻ കണ്ണ് മാത്രം, അറിയാൻ എല്ലാ അവയവങ്ങളും. കാരണം ഈ ലോകം അറിവിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ വാതിലുകളൊക്കെ അല്ല തുറന്നു. കുല്ലു ബാബിൻ മഫ്തൂഹ്, എല്ലാ വാതിലുകളും തുറന്നിട്ടപ്പോൾ എന്നിട്ടും മനുഷ്യൻ അറിയുന്നില്ല. അതുകൊണ്ടാണ് എന്നിട്ടറിയുന്നില്ല, തിരിച്ചറിവില്ല. കേവല കുറെ അറിവുകൾ കിട്ടിയിട്ട് കാര്യമില്ല. കേവല അറിവുകൾ കൊണ്ട് എന്താ നേട്ടമുള്ളത്? പോത്തിന്റെ കൊമ്പ് വളയാൻ കാരണം എന്താണ്? എന്താ നേട്ടമുള്ളത്? പരീക്ഷയ്ക്ക് എഴുതാന്നല്ലാതെ. മോര് പുളിക്കാൻ കാരണം എന്താണ്? എന്തെങ്കിലും ആയിക്കോട്ടെ, നല്ല മോരുട്ടിയെ കുടിക്കണമെന്നല്ലാതെ. അതറിഞ്ഞിട്ട് പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ടോ? ആപ്പിള് താഴോട്ട് വീഴാൻ കാരണം എന്താണ്? അതിപ്പോ മരത്തിന്റെ തൊട്ട് പോയിരുന്ന ആർക്കും പറയാലോ, തലക്ക് വേദന ആവുമ്പോ. അത് കാര്യമായ അറിവല്ല. ഈ ആപ്പിള് താഴോട്ട് വീഴ്ത്തിയത് ആരാണ്? അതും കൂടി പഠിച്ചാലേ അറിവ് പൂർത്തിയാവുള്ളൂ. ഈ ആപ്പിളൊക്കെ കണ്ട് മോൾക്ക് പോണേ എന്തായിരിക്കും അവസ്ഥ? ആ താഴോട്ട് താഴ്ത്തിയത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞിട്ട് ഒഴിയരുത്. ഭൂമിക്ക് ആ ഗുരുത്വാകർഷണ ബലം കൊടുത്തത് ആര്? ആ ശില്പിയെ പഠിക്കണം. അപ്പോഴാ അറിവ് പൂർത്തിയാവുക. അതാണ് ഇവിടെ പ്രധാനം. അത് കുട്ടികൾക്ക് നഷ്ടപ്പെടുകയാണ്. ചിന്തിക്കണേ. ബഹുമാനപ്പെട്ട ഉമർ ഖാലി പള്ളിയുടെ മൂലയിലിരുന്നു കൊണ്ട് ദർസ് നടത്തിയിരുന്ന കേവലം ഒരു മുദരിസ് മാത്രമല്ല, ഒരു കാളിയാര് മാത്രമല്ല. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരിലെ നികുതി നിഷേധം തുടങ്ങുന്നതിന്റെ മുമ്പ്, സമരപ്രഖ്യാപനം നടത്തുന്നതിന്റെ മുമ്പ് പള്ളിയുടെ മെഹ്റാബിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് വൈദേശിക ആധിപത്യത്തിനെതിരെ ശക്തമായ പ്രഖ്യാപനം നടത്തിയ ഏറ്റവും വലിയ വീരനായിരുന്നു മഹാനായ ഉമർ ഖാലി. നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ച മഹാനായിരുന്നു. ആ മഹാന ഞങ്ങളെ നാട്ടിലെ പള്ളിക്ക് തറക്കല്ലിട്ടത്. അള്ളാഹു അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. സർവകലാ വല്ലഭനായിരുന്നു, ഒരു പ്രതിഭാശാലിയായിരുന്നു, നിമിഷക്കവിയായിരുന്നു. നിമിഷക്കവി. പലർക്കും കവിത ഉണ്ടാക്കാൻ കഴിയും, മാസങ്ങളോളം ചിന്തിച്ചിട്ട്, എന്നിട്ടിങ്ങനെ പ്രസിദ്ധീകരിക്കാൻ അങ്ങനെയൊക്കെ പറ്റും. പക്ഷെ നിമിഷക്കവി. പള്ളിയുടെ മുറ്റത്ത് ഒരു ആട് ഉറങ്ങുന്ന കണ്ടപ്പോ ഉമർ ഖാലി ഒരു പാട്ട് അപ്പൊ തന്നെ ഉണ്ടാക്കി. ആടെ ആടെ വനം ചനം ലാ തനം, ഉറങ്ങരുത്. ഹാവുന ഇവിടെ ഉറങ്ങരുത്. ഇൻസനം ഹാവുന ഇവിടെ ഉറങ്ങിയാൽ ഫല്ലർബു വാജിബുൻ, അടിപ്പ് കിട്ടുന്ന. ഒരാടിനെ കണ്ടപ്പോ ഉടനെ ഒരു പാട്ട്.
ആദ്യമായി ട്രെയിൻ ഇറങ്ങിയ സമയത്ത് മർക്കാലി ജയിച്ചത്. ട്രെയിൻ കണ്ടപ്പോ ഒരു പാട്ട്, റഅയ്തു ഫിൽ ബർരി അംസി യാ സാഹിബ് മർകബാ യസീറു ബിലാ റിജ്ലിൻ യസീറു ബിലാ റിജ്ലിൻ അലർ റൈലി റാഹിബാ ബിസൗത്തിൻ ബികൂതു വഫീ മദ്ദുഖാ വഫീഹി ലുനാസു വൽ മതാഉ അജായിബാ. ട്രെയിന് തീവണ്ടി കണ്ടപ്പോ ഉടനെ ഒരു പാട്ടുണ്ടാക്കിയിട്ട് പാടിയതാണ്. റായിത്തു ഞാൻ കണ്ടു ഫിൽബരി, കരയില്, കടലല്ലേ, കടല് കപ്പലല്ലോ, കടല് യാ സോയ് കൂട്ടുകാരാ മർക്കബന് ഒരു വാഹനം കണ്ടു. എന്നിട്ട് അതിന്റെ അത്ഭുതം പറയാ, യസീറോ അതിങ്ങനെ ഓടുന്നുണ്ട്, ബിലാ ജിജിലിൻ കാല് കൂടാതെ ഓടുകയാണ്, അലർ റൈലി റൈലിമ കൂടി, റാഹിബൻ ഞെട്ടോട്ടം ഓടുകയാണ്, ഭയങ്കര ഓട്ടം ഓടുകയാണ്. ഈ സൗത്തിനൊരു ശബ്ദമുണ്ട്, വി കൂ 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 എന്ന് പറഞ്ഞൊരു ശബ്ദമുണ്ട്. എന്ത് മനോഹരമാണ്. ബിസൗത്തിൻ ബി കൂ 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 ഫീ മഅദ്ദുഖാൻ ബിസൗത്തിൻ ബി കൂ 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 എന്നൊരു സൗത്ത് ഉണ്ടാണ്ട് ഇടക്ക് അതാണ് ബി സി സി എന്ന് പറഞ്ഞത്. ട്രെയിൻ അങ്ങനെയല്ലോ, ഒരു ശബ്ദം അങ്ങനെയും കേൾക്കുന്നുണ്ട്. മഅദ്ദുഖാൻ അപ്പൊ പുക പോകുന്നുണ്ട്, എന്തൊരു അപ്പൊ നല്ല പുകയും പോകുന്നുണ്ട്. എന്നിട്ട് പറയാം ആ തീവണ്ടി പുകയുമായി എന്ന് പറഞ്ഞ് ഞെട്ടോട്ടോടുന്ന ശക്തമായി ചൂരിപ്പായുന്ന തീവണ്ടിയില് ഒരുപാട് മനുഷ്യരുടെ പറക്കുകളുമുണ്ട്. അജായിബ, അത് വല്ലാത്ത അത്ഭുതമാണ്. തീവണ്ടി കണ്ടപ്പോ അതിനെ കുറിച്ചൊരു പാട്ട്. ഓരോ പള്ളിയിൽ പോയിരുന്നാലും അവിടുത്തെ അഹ്വാൻ അനുസരിച്ചുകൊണ്ട് ചുമരിലൊരു പാട്ട്, ഒരു ബൈത്ത് കുറിച്ച് വെക്കും. അത് ചിലപ്പം നിസ്കരിക്കാൻ വേണ്ടി വന്ന മമ്മിങ്ങൾ അഭിനന്ദിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്കുള്ള സാരോപദേശമായിരിക്കും. ചിന്തിക്കണേ, അതേ ഉമർക്കാവ് ബ്രിട്ടീഷുകാരെ വട്ടം കറക്കുകയാണ്. ജീവിതത്തിന്റെ സന്ദേശം എന്താണ്? ചിന്തിക്കണേ, ജീവിതത്തിന്റെ സന്ദേശം ചിന്തിക്കണേ. എന്നാൽ സ്വന്തം പറന്ന നാടിന് വേണ്ടി സമരം ചെയ്ത കാരണത്താൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പാതിരാത്രിയില് അതാ പാറാവുകാരനായ പോലീസുകാരനോട് മഹാനായ ഉമർക്കാവ് ചോദിക്കുന്നു, അല്ലയോ പോലീസുകാരാ, എന്നൊരു കൽപ്പം വെള്ളം തരുമോ? എനിക്കൊന്ന് അംഗസ്നാനം നടത്താനാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞ് സ്വല്പം വെള്ളം സംഘടിപ്പിക്കുകയാണ്. റബ്ബേ, നാടിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരുള്ള ശക്തമായി പടവാളും കാരണത്താൽ ജയിലിലടക്കപ്പെട്ട കാളിയാർ പാതിരാവിന്റെ ചെയ്തുകൊണ്ട് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതാ ഉമർക്കാളിയെ ജയിലിൽ കാണാനില്ല. നിസ്കാരാണ് കഴിഞ്ഞു, ഇതായിരുന്നു സെല്ലിന്റെ ചാർജുള്ള പോലീസുകാരൻ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ജയിൽ പുള്ളിയെ നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ കാണാനില്ല, ആളെ കാണാനില്ല. വാതിലിട്ട് തുറന്നിട്ടില്ല. കാരണം കാളിയര് അതിരാവിലെ തന്നെ സുബഹിസ്കരിക്കാൻ വെളിയും കൊടുത്തിട്ടുണ്ട് കോഴിക്കോട്ട് നിന്ന്. ഇവരെ വട്ടം കറക്കി അന്ന് ചോദിച്ചു, എങ്ങനെയാ ജയില് കടന്ന് പുറത്തു പോയത്? ജീവിത സന്ദേശത്തിന്റെ പൂർത്തീകരണമാണ് പറയുന്നത്. ആരെങ്കിലും അല്ലാഹുവിനെ തഖ്വ ചെയ്താൽ ഏത് അടക്കപ്പെട്ട സ്ഥലത്തും പുറപ്പെടാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു ഉണ്ടാക്കി തരുമെന്ന. എവിടെയായാലും ഇതേ മാസം തന്നെയാണല്ലോ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഷെയ്ഖ് വഫാത്തായത്. ബഹുമാനപ്പെട്ട ശംസുലമയുടെ ഷെയ്ഖായിരുന്നു. ശംസുലം പറഞ്ഞിട്ടുണ്ട്, ഈ ദുനിയാവിൽ ഒരു ഹൽക്കിന്റെ മുമ്പിൽ, ഒരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ സർവശക്തനായ അള്ളാഹു എനിക്ക് സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ ഞാൻ എന്റെ ഷെയ്ഖായ വലിയുല്ലാഹി സിറാജുദ്ദീൻ തങ്ങളുടെ കാൽക്കൽ പോയിട്ട് സുജൂദ് ചെയ്യുമായിരുന്നു. പക്ഷെ സുജൂദ് ചെയ്യൽ ശരീഅത്ത് അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യുന്നില്ല എന്ന് മഹാനായ കാലഘട്ടത്തിന്റെ ഇതിഹാസമായ വലിയായ ആലിമുൽ ആലമെന്ന് മഹാന്മാരായ അറബ് പണ്ഡിതന്മാർ ഉത്തരവിട്ടിയ വലിയുല്ലാഹി ശംസുലം പറഞ്ഞെങ്കിൽ ആ മഹാനായ സിറാജുദ്ദീൻ ഷെയ്ഖിനെ പോലീസുകാരെ വന്നിട്ട് പിടിച്ചുകൊണ്ട് പോവാണ്, ജയിലിൽ കൊണ്ടുപോകാൻ. അപ്പൊ കൈ കാമം വെച്ചു, സിറാജുദ്ദീൻ തങ്ങളുടെ കൈ നാമം വെച്ചു. ബഹുമാനപ്പെട്ടവരെ കൈ കാമം വെക്കപ്പെട്ടവരായ അവസ്ഥയിൽ നടക്കുമ്പോ പെട്ടെന്ന്
പോലീസുകാരടക്ക കയ്യിൽ വന്നിട്ട് ആമം വെച്ചിരിക്കുന്ന ആരാന്നറിയില്ല. ഈ ആമം നേരെ അങ്ങോട്ട് പോയി. ഒന്നല്ല, കുറെ ആമമില്ല. ജയിലിലെത്തിയപ്പോഴേക്ക് പോലീസുകാരൊക്കെ ആമം വെക്കപ്പെട്ട അവസ്ഥയിൽ കൊണ്ടുപോകുന്ന മഹാനായ സിറാജുദ്ദീൻ ഷെയ്ഖാണെങ്കിലോ ഇവരൊക്കെ തൊലിച്ചുകൊണ്ടുവന്ന ഉദ്യോഗസ്ഥനെ പോലെ ഒപ്പം നടക്കുക. അവിടെ പോയപ്പോ എസ് ഐ അടക്കം എല്ലാവരും അത്ഭുതപ്പെട്ട് മാപ്പ് പറഞ്ഞു എന്നാ. മഹാന്മാരാണ്. ഞാൻ 3 പേരെ ഒന്ന് ഓർക്കാണ്. ചിന്തിക്കണേ. കാരണം എന്താണ്? അകക്കൺ തുറന്നൊന്നേ നോക്കുന്നേ മൂടാ, ഉൾസാരം വന്നാലുറങ്ങാമോ കേടാ, പകൽ കണ്ണടച്ചാലിരുളാമോ പോട്ട, സ്വന്തം പേടിച്ച ഫജ്റാമോ പൊട്ട, പൊട്ടാന് മുന്തുള്ളി പിഞ്ചോരെ കാട്ട, പിന്നീന്ന് കാട്ടം ചുമന്നോരെ പൊട്ട, പെട്ടെന്ന് കത്താഴ്ചകമല്ലേ പോട്ട, പറയുന്നു ബഹുമാനം പൊട്ട. ഇവിടെ സുബൈർ ഉമരി പറഞ്ഞില്ലേ, വിലപ്പെട്ട അമൂല്യമായ നിധിയാണ് സമയമെന്ന്. അതുതന്നെയല്ലേ ശുജാഇനി പറയുന്നത്, കൊല്ലങ്ങൾ മാസങ്ങൾ ആഴ്ച കണക്കിന് ആയുസ്സും തീർച്ച, ഇവനിന്നെ മൺവീട്ടിലേക്ക് തക്കം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. സെക്കൻഡ് സൂചി ഇളകുമ്പോൾ മിനിറ്റ് ചലിക്കുകയാണ്, മിനിറ്റ് ചലിക്കുമ്പോൾ മണിക്കൂർ ചലിക്കുകയാണ്, മണിക്കൂർ ചലിക്കുമ്പോൾ ദിവസങ്ങൾ കടന്നു വരികയാണ്, ദിവസങ്ങൾ ആഴ്ചകളെ സംഘടിപ്പിക്കുകയാണ്, ആഴ്ചകൾ മാസങ്ങളാവുകയാണ്, മാസങ്ങൾ കൊല്ലങ്ങളാവുകയാണ്. ഈ നീക്കത്തിനിടയിൽ നമ്മുടെ മുടികൾ നിരക്കുകയാണ്, കാഴ്ച മങ്ങുകയാണ്, കേൾവി കുറയുകയാണ്, ഒരു രോഗമില്ലാത്തവന്റെ ശരീരത്തിൽ സുഖം വരികയാണ്, പ്രഷർ വരികയാണ്, കൊളസ്ട്രോൾ അലിഞ്ഞുകൂടുകയാണ്, അറ്റാക്ക് സംഭവിക്കുകയാണ്, പലർക്കും ക്യാൻസറിന്റെ മുഴ വരികയാണ്. പൊന്നുമോനെ, കരയുടെ തീപ്പൊരി താടിയിലൂടെ പാറാൻ തുടങ്ങിയില്ലേ, ഇതൊക്കെ കബറിന്റെ ഏകാന്തതയുടെ തടവറയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ. എന്നിട്ടും പകലതും മറന്നുകൊണ്ട് പതിക്കുന്ന രസിക്കുന്ന തുള്ളുന്ന ചാടുന്ന ജീവിക്കുന്ന ആഡംബര ഭരിതാവസ്ഥയിൽ സുബോധയുടെ പരദീസയിൽ സകലതും മറന്നുകൊണ്ട് പുതിക്കുന്ന രസിക്കുന്ന പുതിക്കുന്ന തുള്ളുന്ന ഓ ചെറുപ്പക്കാരാ, നിന്നെപ്പോലെ തുള്ളിയിരുന്ന 23കാരന് ആക്സിഡന്റിൽ മരിച്ചുപോയില്ലോ, 25കാരൻ ആക്സിഡന്റിൽ മരിച്ചുപോയില്ലോ, 30കാരൻ ക്യാൻസർ പിടിച്ചു മരിച്ചുപോയില്ലോ, 18കാരൻ രോഗിയായി മരിച്ചുപോയില്ലോ. എത്ര പേരാ ടൂ വീലറിൽ അതാം ചതഞ്ഞൊരിഞ്ഞുകൊണ്ട് മരിച്ചുപോയത്. അവരിൽ നല്ലവരില്ലേ, മോശപ്പെട്ടവരില്ലേ. പള്ളിക്കാടിന്റെ ചുറ്റുപാടങ്ങളിലുള്ള മീസാനിന്റെ അടിയിൽ കിടക്കുന്നവരിലോ ഔലിയാക്കളില്ലോ, സാലിഹീങ്ങളില്ലോ, കള്ളന്മാരില്ലോ, വ്യഭിചാരികളില്ലോ, കള്ളുകുടിയന്മാരില്ലോ. ഭൂമിയുടെ മുകളിൽ മാത്രമല്ല മോനെ ജീവിതം, ഭൂമിയുടെ അടിയിൽ ഒരു ജീവിതമുണ്ടടാ. ഇന്ന് ഭൂമിയുടെ അടിയിൽ ആരുടെ മണ്ണിന്റെ അടിയിലായി തവിട് മണ്ണിലേക്ക് ചോർത്തിയിട്ട് കിടക്കുന്ന നിസ്സഹായാവസ്ഥയിലുള്ള മയ്യിച്ചുകളില്ലേ. നേരത്തെ നമ്മെ പോലെ വാള് പറഞ്ഞവരാ, നമ്മെ പോലെ വാള് സംഘടിപ്പിച്ചവരാ, നമ്മെ പോലെ കല്യാണത്തിന് പങ്കെടുത്തവരാ, നമ്മെ പോലെ ഭക്ഷണം കഴിച്ചവരാ, നമ്മെ പോലെ വെള്ളം കുടിച്ചവരാ, നമ്മെ പോലെ കല്ല് കുടിച്ചവരാ, നമ്മെ പോലെ വിസ്തരിച്ചവരാ. ഇനി ഇന്നുള്ള നമ്മൾ നാളെ കബറിന്റെ അടിയിലേക്കാണ്. ഇതാണ് ചിന്തിച്ചാൽ ജീവിതത്തിന്റെ സന്ദേശമായി. അതിനുവേണ്ടിയാ ജീവിതം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. നീ നോക്കേ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. അള്ളാഹിനെ കുറിച്ച് പറയാൻ. അല്ലദി, അവൻ ഒരുത്തനാണ്. ഖലഖ, അവൻ സൃഷ്ടിച്ചു. അൽ മൗത വൽ ഹയാത, മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചു. സത്യത്തിൽ ആദ്യം ഹയാത്തിനെയാണല്ലോ സൃഷ്ടിക്കുന്നത്, ജീവിച്ചിട്ടല്ലേ മരിക്കുന്നത്.
അപ്പൊ പറയേണ്ടത് അല്ലദീ ഖലഖൽ ഹയാത വൽ മൗതാന. പക്ഷെ ഖുർആൻ പറഞ്ഞ നേരെ എതിരാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെ സൃഷ്ടിച്ചു, ജീവിതത്തെ സൃഷ്ടിച്ചു. കാരണം എന്താ അറിയോ, മരണം ഓർക്കാത്ത ജീവിതം ജീവിതമല്ല. ഉലൈക കൽ അൻആം ബൽ ഹും അദൽ. അതുകൊണ്ടാണ് ആദ്യം മൗത്തിന്റെ ബോർഡ് ഇട്ട് കാണിച്ചു തന്നു. മൗത്തിനെ സൃഷ്ടിച്ചു, ഹയാത്തിനെ സൃഷ്ടിച്ചു. മൗത്ത് ഓർക്കാത്ത ഹയാത്ത് മൃഗീയമാണ്. ഖുർആൻ ആണെങ്കിലോ മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് മാനവനെ മാടി വിളിക്കുന്ന ഗ്രന്ഥമാണ്. പരിശുദ്ധമായിട്ടുള്ള ഖുർആനിലെ ഏറ്റവും പ്രവിശാലമായ പ്രാരംഭ സൂറത്ത് സൂറത്തുൽ ബഖറയാണ്. അൽ ബഖറ എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അതിന്റെ അർത്ഥം. അവസാനത്തെ സൂറത്ത് സൂറത്തുൻ നാസാണ്. അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. കാരണം ഇത് പശു മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ്. അതേ ഖുർആൻ 18 അക്ഷരങ്ങളെ കൊണ്ടാണ് തുടങ്ങിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരണം കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയെ കാക്കുന്ന മലക്കുകളുടെ എണ്ണം 18ആണ്. ഈ 18 സബാനിയാക്കളായ മലക്കുകളാകുന്ന അദാബിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചാട്ടവാറിൽ നിന്ന് മനുഷ്യന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ 18 അക്ഷരങ്ങളെ ജീവിതത്തിന്റെ സന്ദേശമായി പുലർത്തിയാൽ രക്ഷപ്പെടാൻ കഴിയും എന്നതിലേക്ക് സൂചനയാണ്. അതേ ഖുർആനിൽ ചിന്തിക്കണേ. അതേ ഖുർആനിൽ സൂറത്ത് യാസീൻ 3000 അക്ഷരങ്ങളാണ്. 1ന് 10 എന്നാണെങ്കിൽ സൂറത്ത് യാസീൻ അങ്ങ് പാരായണം ചെയ്ത അപ്പോഴേക്ക് 30,000 കൂലി അവനെ തേടിയെത്തുകയാണ്. ഇതേ ഖുർആനിലെ 6666 ആയത്തുകളിലായി 10,27,000 അക്ഷരങ്ങളാണ് പരന്നു കിടക്കുന്നത്. 1ന് 1,00,000 എന്ന പരിഗണന കൊടുത്താൽ, ഒരു പ്രാവശ്യം ഖുർആൻ അങ്ങ് ഖത്മ തീർത്താൽ 1,02,70,000 കൂലിയാണ് അവനെ തേടിയെത്തുന്നത്. വാളുകൾക്ക് പള്ളിയിലെ വടാത്ത ഉമ്മ, ചാടാത്ത പെങ്ങള്, അറയിൽ നിന്ന് സൊറയിലേക്ക് നീങ്ങാത്ത പെങ്ങന്മാരെ, ഇതേ 1,02,70,000 കൂലി. നമ്മുടെ നാടുകളിലുള്ള വീടുകളിൽ പഴയ കാലത്ത് താമസിച്ചു വന്ന ഉമ്മമാര് എല്ലാ ആഴ്ചകളിലും വാങ്ങിവെച്ച ഉമ്മമാരുണ്ടായിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ ഖത്മ തീർത്ത് വാങ്ങിവെച്ച ഉമ്മമാരുണ്ടായിരുന്നു. ഓരോ മാസങ്ങളിലായി വാങ്ങിവെച്ച ഉമ്മമാരുണ്ടായിരുന്നു. പരിശുദ്ധമായ റമദാനിൽ 3 ഖത്തം 10 ഖത്തമൊക്കെ തീർക്കുന്ന ഉമ്മമാര് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട പെങ്ങളെ, കാലത്തിന്റെ നീളത്തിൽ വന്നടിഞ്ഞിട്ടുള്ള പാശ്ചാത്യൻ സംസ്കാരങ്ങള് നമ്മുടെ ഗ്രഹങ്ങളെ ഭരിക്കാൻ തുടങ്ങുമ്പോ സൂറത്തുൽ മുൽക്ക് ഇല്ല, സൂറത്ത് യാസീനില്ല, സൂറത്തുൽ വാഖിഅയില്ല. തൽസ്ഥാനത്ത് സിനിമയായില്ലേ, സീരിയലായില്ലേ, കോമഡി ആയില്ലേ, സിനിമാ പാട്ടായില്ലേ. അതുകൊണ്ട് സമാനമായി ക്യാൻസർ പടർന്നില്ലേ, അറ്റാക്ക് വന്നില്ലേ, മാറാത്ത തലവേദനയുടെ മാറാപ്പ് പേറി നടക്കുകയെന്ന്, പ്രസവത്തിൽ പലരും മരിക്കുകയല്ലേ. എന്തേ കാരണം? മുഹമ്മദ് മുസ്തഫ. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നാൽ അള്ളാഹു നിന്നെയും സൂക്ഷിക്കും, സംരക്ഷിക്കുമെന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നില്ല. ഇന്ന് വീടിന് നല്ല സൗകര്യമുണ്ട്. ഇന്നത്തെ പോലത്തെ വീട് പഴയ കാലത്തുണ്ടോ? ഇന്നത്തെ പോലത്തെ ഭക്ഷണം പഴയ കാലത്തുണ്ടോ? ബഹുമാനപ്പെട്ട ആജിക്കൊക്കെ ഇന്ന് എനിക്ക് തന്ന ഭക്ഷണം എത്ര അള്ളാഹു തആല സ്വർഗീയ ഭക്ഷണം പകരം കൊടുക്കട്ടെ. അവിടുന്ന് ദ്വാരക്കാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ അദ്ദേഹം പക്വതയുള്ള ആയതുകൊണ്ട് ഫാത്തിഹ ദ്വാരക്കെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് നോക്കാന്ന് മനസ്സിലാക്കിയതാണ്. നല്ല വിഭവ സമൃദ്ധമായിരുന്നു. അതുകൊണ്ട് അള്ളാഹു തആല സ്വർഗീയ ഭക്ഷണം പകരം കൊടുക്കട്ടെ. ഇനി എപ്പോഴെങ്ങാണ്ട് അങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങനത്തെ ഭക്ഷണം ഇനി തരാൻ വേണ്ടി ജാക്കിടാൻ വേണ്ടി പറഞ്ഞതല്ല, കിട്ടിയിലുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞതാണ്. അള്ളാഹു തആല സ്വർഗീയ ഭക്ഷണം പകരം കൊടുക്കട്ടെ. എന്താ നിങ്ങൾ ആമീൻ പറയാത്ത? നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണോ? അള്ളാഹു തആല സ്വർഗീയ ഭക്ഷണം പകരം കൊടുക്കട്ടെ. നമുക്കും അള്ളാഹു തആല തരട്ടെ. കാരണം സ്വർഗത്തിൽ അദ്ദേഹം ഭക്ഷണം വെച്ച് ഇങ്ങനെ ഇരിക്കുക, നമ്മൾ നരകത്ത് പോകാതെ പറ്റൂല. അള്ളാഹു തആല നമുക്കൊക്കെ തരട്ടെ. പിന്നെ കാരണം അവിടുത്തെ ഭക്ഷണമല്ലോ ഭക്ഷണം. ഇവിടെ സത്യത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതല്ല. കാരണം ഭക്ഷണം നല്ലോണം കിട്ടുന്ന സ്വർഗ്ഗമാണ്. സ്വർഗത്ത് നിന്ന് ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വിടില്ല. നിങ്ങളൊക്കെ ഈ ഗ്ലാസ് വെള്ളം ഇത് എനിക്കിപ്പോ കുടിക്കാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാളെ രാവിലെ കുടിക്കാൻ പറ്റുമോ? പറ്റൂല. ഒരു നല്ല ജ്യൂസ് എനിക്കിപ്പോ കഴിക്കാം, നാളെ രാവിലെ അത് കഴിക്കാൻ പറ്റൂല. ഇന്ന് ആജിഖാന്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ള ബിരിയാണി, ചപ്പാത്തി, പത്തിരി, ദോശ, മന്തി, പിന്നെന്തൊക്കെ ഉണ്ട്? എമാനി നല്ല അടിച്ച് വീശുന്നു കണ്ടിരുന്നല്ലോ.
ഇല്ല കഴിച്ചില്ല, അതുകൊണ്ടാണ് ചിരിച്ചിരിക്കുന്നത്. ഒക്കെ പോയാൽ ഉണ്ടാവുമല്ലോ എന്നുള്ളത്. കുറച്ച് ഞങ്ങൾ കഴിച്ചതിന്റെ ബാക്കിയേ കിട്ടുള്ളൂ, അത് വേറെ. ഇതൊക്കെ എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് രാത്രി കഴിക്കാം, പക്ഷെ നാളെ രാവിലെ അത് വെച്ചാൽ കഴിക്കാൻ പറ്റൂല, സാധനം മാറും, അത് പുതിയ ഉണ്ടാക്കേണ്ടി വരും. ഏത് സാധനം ഇവിടെ അങ്ങനെയാണ്. നമ്മൾ കല്യാണം കഴിച്ച ആദ്യ രാത്രിയിൽ മണിയറയിൽ പെണ്ണ് നല്ല ഭംഗി ഉണ്ടാവും, ഇത് 10-15 കൊല്ലം കഴിഞ്ഞാണ്ട് നോക്കാൻ പറ്റൂല. മുടി നരച്ച് തൊലി ചുളിഞ്ഞ് നടു ഒടിഞ്ഞ് വടിയെടുത്തിട്ട് ഞങ്ങോട്ട് നോക്കാൻ പറ്റുവാ? അത് ദുന്യാവിന്റെ ഒരു അവസ്ഥയാ. ദുന്യാവ് ഏതായി ഇവിടെ കൂടുതൽ സുഖിക്കാൻ അല്ല വിടൂല, ഉറപ്പാണത്. ഇവിടെ ഏറ്റവും സുഖമുള്ള 2 കാര്യമാണ്. ഒന്ന് ഭക്ഷണം, ഒന്ന് ഉദരം, 2 ഗുഹ്യം. ഇതിന്റെ രസം ആകെ 3 മിനിറ്റോ 4 മിനിറ്റോ കിട്ടുള്ളൂ. പക്ഷേ നല്ല വിശക്കുന്ന ആളാണെങ്കിലും ഭക്ഷണത്തിന് മുമ്പിലാണ്ട് പോയിരുന്നാല് വായിലെ കപ്പൽ വെച്ച് ഇറങ്ങിപ്പോത്ര വെള്ളം ഉണ്ടാവും, ഊറി നിൽക്കുന്നത്, ഇത്ര വിശപ്പിന്റെ ആധിക്യം കൊണ്ട്. പക്ഷേ പെട്ടെന്ന് മടുത്തു, ഒരു പ്ലേറ്റ് കഴിച്ചാൽ മടുത്തു. ഒരു പൊറാട്ട എന്നാണെങ്കിൽ നല്ല വിശക്കുന്ന ആൾ, ഇപ്പൊ എന്നെ അപേക്ഷിച്ചിടത്തോളം 2 പൊറാട്ട കഴിച്ചാൽ എന്റെ കഴിഞ്ഞു. എന്താ നിങ്ങൾ നോക്കണ 10 കഴിക്കണോ? അല്ല നിങ്ങൾ മതിയാണെങ്കിൽ 10 ആവണോ? പൊറാട്ട എത്ര കഴിക്കും? എത്ര പൊറാട്ട കഴിക്കും? 30 ഇല്ല, പൊറാട്ട കഴിക്കൽ തന്നെ ഇല്ല എന്ന് പറഞ്ഞു. കാരണം മൂപ്പർക്കറിയ നോട്ടീസ് ഒട്ടിക്കുന്ന അതുകൊണ്ടാണ് മൈദപ്പൊടിയാണ്. നമ്മള് പിന്നെ ആ നോട്ടൊന്നുമില്ല. നമ്മള് റമളാനും ആ നോമ്പറന്നാണ്ട് ആവണമെങ്കിൽ ആ സെമ്മൂസ് ആദ്യമാണ് ചെല്ലണം. ആ ഓലപ്പടക്കം ഉണ്ടല്ലോ മൈദപ്പൊടി കൊണ്ട് ഉറ്റുണ്ടാക്കണേ, അതാണ്ട് ഇറങ്ങണം. അതൊക്കെ ക്യാൻസറിന് വരെ കാരണമാണെന്നാണ്. ഏതായാലും ആവട്ടെ, പൊറാട്ടന് കഴിക്കാതിരിക്കുന്നെങ്കിൽ എന്നെ അപേക്ഷിച്ചോളം 2 പൊറാട്ട കൂടി വന്നാൽ 3 കഴിഞ്ഞു. പിന്നെ 4ാമത്തെ ആരെയിൽ ഇട്ടിരാണെങ്കിൽ എന്താ മനുഷ്യനെ അടങ്ങറാക്കാം കണ്ടോ? ആർത്തി വിരോധമായിട്ട് മാറുകയാണ്. 3-4 മിനിറ്റേ വേണ്ടിയുള്ളൂ. നീ വികാര പൂർത്തീകരണം നമ്മളെ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ 3-4 മിനിറ്റ് 10 മിനിറ്റ് അരമണിക്കൂറൊന്നും ഇല്ലല്ലോ, അത്ര ഇവിടെ സുഖമുള്ളൂ. ഞാനിവിടെ സുഖിക്കാം. ഇവിടെ ഭക്ഷണത്തിനോടുള്ള ആർത്തിയും വികാര പൂർത്തീകരണത്തിലുള്ള ആർത്തിയും നിന്നിട്ടില്ലെങ്കിൽ മനുഷ്യനെ നിസ്കരിക്കാൻ കിട്ടുമോ? അതുകൊണ്ടല്ലോ ഇവിടെ ഒരു മനുഷ്യന് അള്ളാന്റെ ലിക്കാഹ് അനുഭവിക്കാനും കഴിയില്ലല്ലോ. ഇവിടുന്ന് ദുന്യാവിൽ ജീവിച്ചിട്ട് അള്ളാനെ കാണാൻ ഒരാൾക്കും കഴിയില്ല. കാരണം കണ്ടാ പിന്നെ ദുന്യാവിന്റെ കാര്യങ്ങളൊന്നും നടക്കൂല. അള്ളാനെ ഒറ്റ ആളെ കണ്ടിട്ടുള്ളൂ, മുഹമ്മദ് മുസ്തഫ. ഞാൻ ഉമർഖാലിയെ പിന്നെ ഓർക്കാണ്, മധുര മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. يساير كاللمين نديما تعالوا لحضرة كله تقديما صلوا عليه وسلموا تسليما إجا إلى كل السماء تصففا رسل وأملاك وراء المصطفى فيهم إماما قدموه مشرفا صلى بكل خلفه مأموما صلوا عليه وسلموا تسليما جئت طيبة روم زورة قبره فهناك قمت أشم ريان نشره أميت نفوسا لهيبة قدره حبا وإن كنت مسيئا أثيما صلوا عليه وسلموا تسليما ഒരു രാത്രിയിൽ ബൂറാക്കിലായി മുന്നേറിയോ സഹയാത്രികൻ ജിബ്രീലദാ സഹവാസിയോ അംലാക്കുകളും മണി നിന്ന് ആകാശലോകോമാൻ വന്ന് സല്ലിമോ തസ്ലീമാ ആ രാത്രിയിൽ മമത്തും വഹിച്ചെന്ന് മുകൾ അമ്പിയാക്കളും മണി നിന്നേ അവർക്കുള്ളുമേ മർഹബ പാടിയെന്ന് തിരുമുസ്തഫായിൽ ആദരങ്ങൾ നേർന്നേ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ കസ്തൂരിയാം പൂമേനി മണ്ണിൽ വന്നു കനകാമണിയാം പരിമളം നുകർന്നു ഞാൻ മുത്തിൻ പവിത്രത വീതുപ്പിന് സഹബത്തിനായി താളർന്നു ബോധം കൊട്ടു വസല്ലിമോ തസ്ലീമാ ഉമർഖാനിയുടെ ഹൃദയപ്രതായ പ്രോജ്വലമായ ഇഷ്ടിന്റെ വചനാമൃതമായ ആ കവിതക്ക് പറകെ സ്ഥലത്ത് എത്തട്ടെ. എന്നെ കേൾക്കുന്ന ആരോഗ്യരായ കർമ്മോത്സകരായ കർമ്മധീരന്മാരായ ചെറുപ്പക്കാരെ, ഇപ്പോഴത്തെ മനസ്സിന്റെ ഇഷ്ടിന്റെ വാതിൽ തുറന്നു വിട്ട് സ്നേഹത്തിന്റെ പട്ടണത്തിൽ മുട്ടുമോ? അതുകൊണ്ട്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹു എന്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ നൂറുദ്ദീൻ അമാനി വരുമ്പോൾ എന്നോട് പറഞ്ഞു, മർക്കാവി പാപ്പായി നിങ്ങൾ പറയണോ, കാരണം ഞങ്ങളെ നാടിന്റെ മസ്ജിദിന് ശിലഭാഗിയത് ആ മഹാനാണ്. ഉമർക്കാളിയുടെ ചരിത്രം പറയാൻ ഞാൻ ആരുമല്ല. കാരണം ഈ ചെറിയവനാ വലിയ മനുഷ്യനെ പിടിക്കാൻ കഴിയൂല. പക്ഷെ അവരുടെ ജീവിതത്തിന്റെ ചില സുപ്രധാനമായ ഓർമ്മകള് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ ഈ സമയം ഓർത്തുകൊണ്ട് വഖത്തിനെ ധന്യമാക്കാനുള്ള പരിശ്രമമാണ്. റബ്ബേ, ഇത് ഹിദായത്ത് നൽകണയല്ല, ആഫിയത്ത് നൽകണയല്ല, ശിഫാ നൽകണയല്ല, കടങ്ങൾ വീട്ടിത്തരണയല്ല, രോഗങ്ങൾ ശിഫയാക്കണയല്ല, മുറാദുകൾ ഹാസിലാക്കണയല്ല, ക്ലേശങ്ങൾ നീക്കണയല്ല, പ്രയാസങ്ങൾ അകക്കണേ റബ്ബേ, ശത്രുക്കളിൽ നിന്ന് കാക്കണയല്ല. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ ഈ രാജ്യത്തിന്റെ ഈ ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന മാരകമായ ആയുധങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ടെന്ന് വെല്ലുവിളിച്ചപ്പോ ഇന്നലെ ഇന്ത്യ അതിന് പകരം നൽകിയിരിക്കുകയാണ്. തമ്പുരാന് ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കണേ അല്ലാ. രണ്ടു രാജ്യത്തിനും സമാധാനം നൽകണേ അല്ലാ. ശത്രുവിനെ ശത്രുവായി മനസ്സിലാക്കി മിത്രത്തെ മിത്രമായി തിരിച്ചു പിടിച്ചുകൊണ്ട് കൂട്ടുപിടിച്ച് ശത്രുക്കളാകുന്ന വൈദേശികമായ ആധിപത്യത്തെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ ലോക പോലീസ് സമഞ്ഞുകൊണ്ടിട്ടാണ് രാജ്യങ്ങളിലും ഭിന്നിപ്പിന്റെ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്ന പടിഞ്ഞാറിന്റെ ഇരുട്ടിനെ ലോകരാജ്യങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാ. നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബ്രിട്ടീഷുകാര് കാരാഗ്രഹത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മേലിൽ കൈപേടിയ മഹാനായ മർക്കാളു റസൂലുള്ളാഹിന്റെ സ്വലാത്തിന്റെ സ്വലൂത്ത് നൽകിയ മഹാനായ മർക്കാളു ആരാണ്? പൊന്നുമോനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വലിയ ആശിഖാണ്. റസൂലുള്ളാഹിന്റെ ഇഷ്കാൻ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് മുഹമ്മദ് മുസ്തഫ. കാരണം ജീവിതത്തിന്റെ കവാടം തുറന്നുകൊണ്ട് ഉമ്മയുടെ ഗർഭാശയമാകുന്ന കവാടം തുറന്ന് ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരികയും ഖബറാകുന്ന കവാടത്തിലൂടെ പരലോകത്തെ എത്തുകയും ചെയ്യുന്ന ഉമ്മയുടെ ഗർഭാശയത്തിന്റെയും ഖബറിന്റെയും ഇടയിലുള്ള ഒരു പാലമാണ് ഈ ഐഹികമായ ഹയാത്ത്. അതിന്റെ സന്ദേശം എന്താണെന്ന് ഒരു കുഞ്ഞുമോൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് 9 മാസം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ ആ കുഞ്ഞുമോന്റെ ചെകിടുകളിൽ നമ്മൾ കേൾപ്പിക്കുന്നുണ്ട് ജീവിതത്തിന്റെ സന്ദേശം. എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ജീവിതത്തിന്റെ സന്ദേശമാണത്. മുഹമ്മദ് മുസ്തഫ. ഇതേ വാക്കുകൾ കേട്ട് തന്നെയാണ് ഒരാള് കഫൻ തുണിയിൽ പൊതിയപ്പെട്ട അവസ്ഥയിൽ 6 കാലുള്ള കട്ടിൽ കയറിയിട്ട് 6 മണ്ണിലേക്ക് താഴുന്നതിന് മുമ്പായിട്ട് മയ്യത്തിന്റെ മുമ്പിൽ നമ്മളിത് കേൾപ്പിക്കുന്നുണ്ട് അല്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഒക്കെ കേൾപ്പിക്കുന്നുണ്ട്. പിന്നെ ഖബർ പോയാൽ ചോദ്യം ജീവിതത്തിന്റെ സന്ദേശത്തെ കുറിച്ചാ. മൻ റബ്ബുക വമൻ നബിയുക, മൻ റബ്ബുക വമൻ നബിയുക. വലിയ ആലിമ്യങ്ങളൊക്കെ ആണെങ്കിൽ 1ാമത്തെ ചോദ്യത്തിൽ തന്നെ മലക്കുകൾ പിന്തിരിഞ്ഞു പോകുന്ന, 2ാമത്തെ ചോദ്യത്തിൽ ഉമർ ഖത്താബിനെ ചോദിക്കാൻ വേണ്ടി മലക്കുകൾ വന്ന് പേടിച്ചിട്ടാണെന്ന. ഖത്താബിന് 2 ഉമർ ഇങ്ങനെ നമ്മുടെ ഈ വിഷയത്തിൽ ഇന്ന് തിളങ്ങണം. കാരണം അവരുടെ ആണ്ടുള്ള മാസമാണ്. അള്ളാഹുവിന്റെ ബർക്കത്തോട് നമ്മൾ നന്നാക്കി തട്ടെ. അതുകൊണ്ട് ഈ സാസിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഇന്നൊരു പ്രത്യേക ബർക്കത്ത് ഉണ്ടാവും. കാരണം ഈ മാസത്തിൽ ഇവിടെ പറഞ്ഞ 2 ഉമറിനെയാ നമ്മുടെ പ്രസംഗത്തിൽ പ്രത്യേകമായിട്ട് സ്മരിച്ചത്. അള്ളാഹു കബൂലാക്കട്ടെ. ഒന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ 2 ഉമറും ഏകദേശം ഒരേ സ്വഭാവക്കാരായിരുന്നു. പക്ഷെ ഒരു ഉമർ അള്ളാന്റെ ഹബീബിന്റെ സുഹബത്തുകൊണ്ടും റസൂലുള്ളാന്റെ സ്വഹാബിയായി എന്നതുകൊണ്ടും ഈ ഉമറിനേക്കാൾ എത്രയോ മുന്നിലാണെങ്കിലും ആ ഉമറിന്റെ ഒരു പതിപ്പായിരുന്നു മലബാറിലെ ഈ ഉമർ റളിയല്ലാഹു തആല അൻഹുമാ. ഉമറുൽ ഖത്താബിനെ
ഖബർ കൊണ്ടുപോയിട്ടിട്ടപ്പോഴും മലക്കുകൾ ചോദ്യം ചെയ്യാൻ വരുമ്പോ കെഷ്ഫിന്റെ ഇൽമുള്ള ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്, മുങ്കർ നക്കീറിനോട് പറയാം എങ്ങൾ ചോദിച്ചാൽ മതിയെന്ന്. പേടി. അപ്പൊ നക്കീർ മുങ്കറിനോട് അറിയാം ഒറ്റക്ക് ചോദിക്കൂല, എങ്ങളും സഹകരിക്കണം. അങ്ങനെയുണ്ട് ചില ആളുകൾ. അപ്പൊ രണ്ടാളും കൂടി പറഞ്ഞു എന്നാ പിന്നെ ചോദ്യം മാറി പോണ്ട, മൺ റബ്ബുക്കന്നെ മതി, അതിന്റെ അപ്പുറത്തേക്കൊന്നും ചോദിക്കണ്ട, കാരണം ആള് വിചാരിച്ച ആളല്ല. രണ്ടാളും വന്നു ഉമറിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് മൺ റബ്ബുക്ക, എന്റെ റബ്ബ് ആരാന്ന് വെച്ച് കടമ തീർക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ ഉമർ എന്താ പറഞ്ഞെന്ന് അറിയോ? അള്ളാഹു റബ്ബി എന്നല്ല പറഞ്ഞത്. ഉമർ പറഞ്ഞു മൻ അർസലകുമാ ഇലയ്യ, ഇത് ചോദിക്കാൻ എന്റെ അടുത്തേക്ക് നിങ്ങളെ പറഞ്ഞയച്ചത് ആരാന്ന് വെച്ച്. ധൈര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഖബർ പോയിട്ടാ കളിക്കണത്, ഖബറിന്റെ ഉള്ളിൽ പോയിട്ടാണ് കളിക്കണത്. മൻ അർസലകുമാ ഇലയ്യ, ഇത് ചോദിക്കാൻ എന്റെ അടുത്തേക്ക് നിങ്ങളെ പറഞ്ഞു വിട്ട ആളാരാന്ന് വെച്ച്. അപ്പൊ അവർ രണ്ടാളും പറഞ്ഞത് അള്ളയാണെന്ന് അറിഞ്ഞു. എന്നാ പിന്നെ നിങ്ങൾ ചോദിച്ചതിന് മറുപടി അതന്നെയാണ്, വേഗം സ്ഥലം വിട്ടോളിന്ന് പറഞ്ഞു. പിന്നെ വമൻ നബിയുക്ക എന്ന ചോദ്യത്തിലേക്ക് പോയില്ല എന്നാ. അത് ചോദിച്ചാൽ ചിലപ്പോ അടി പാർസൽ വരും, കാരണം ആ നബിയുടെ വലങ്കയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നിട്ട് ഏതാ നബി എന്ന് വെച്ചാൽ വിവരം അങ്ങോട്ട് അറിയോ തന്നെ. അത് വലിയ വലിയ ആലിമീങ്ങളോടൊക്കെ അങ്ങനെയാണ്. ഇമാമുൽ ഹറമൈനി ഷെരീഫൈനി വഫാത്തായത് ഹിജറയിലാണ്, ഈ മുഹറം മാസത്തിലാണ്. ഇന്ന് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞാൽ മുഹറം മാസമായി. ഒരു ചെറിയ ഒരു എത്തി നോക്കാൻ ഞാൻ നടത്തുകയാണ്. ഇമാമുൽ ഹറമൈനി ഷെരീഫൈന് ഖബർ പോയി കിടക്കുമ്പോൾ മലക്കുകൾ എന്നിട്ട് ചോദിച്ചു നമ്മൻ റബ്ബുക്ക. ഇമാം ഗസാലിയുടെ ഉസ്താദായിരുന്നു റളിയല്ലാഹു അൻഹു. അപ്പൊ അവര് തിരിച്ചു ചോദിച്ചു ആരാണ് റബ്ബ് എന്ന് പഠിപ്പിക്കലായിരുന്നു എനിക്ക് പണി, അങ്ങനത്തെ എന്നോട് വേണോ ഈ ചോദ്യം, നിങ്ങൾക്ക് നിങ്ങളെ പണി നോക്കിക്കൂടെ എന്ന് വെച്ചു. മലക്കുകൾ തിരിച്ചു പോയിന്നാ. നമുക്ക് തിരിച്ചൊന്നും ചോദിക്കണ്ട, മൻ റബ്ബുക്കാന്നാണ് ചോദിക്കുമ്പോ അള്ളാഹു റബ്ബി എന്നൊന്ന് പറഞ്ഞു കിട്ടിയാൽ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തിരിച്ചു ചോദിക്കുന്ന അവസ്ഥയിലൊന്നും ഇപ്പൊ എന്നെ പോലത്തെ എത്തുന്ന എനിക്ക് തോന്നുന്നില്ല. അള്ളാഹു വലിയവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാമിലായ മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. അപ്പൊ ജീവിതത്തിന്റെ സന്ദേശം എന്നുള്ളത് മൻ റബ്ബുക്ക വമൻ നബിയുക്ക എന്നതിന് മറുപടി കാണലാണ്, അല്ലാതെ ഇങ്ങനെ വയന്ന് നടക്കലല്ല. വെറുതെ തിന്നുക കുടിക്കുക, നന്നായിട്ട് രാവിലാണ്ട് കയറ്റുക, വാരൊക്കെ കൂടി പഴയ പള്ളിന്റെ മിഹ്റാബ് വരും കൊണ്ട് ഉറപ്പിക്കുക, കുറച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഒഴിവാക്കുക, പുതിയ ലോഡ് പിന്നെയും കയറ്റുക, എന്നിട്ട് 4 ഏമ്പക്കം വിടാം, എന്നിട്ടാണ്ട് ഉറങ്ങുക. എന്നിട്ട് കുറെ കഴിഞ്ഞാൽ തൊഴുത്തിലെ പോത്ത് ചത്തു, ഇവൻ മരിച്ചു, ഒന്ന് ചത്തു ഒന്ന് മരിച്ചു. ഇതുകൊണ്ട് ജീവിത സന്ദേശമായോ? ഓ ചെറുപ്പക്കാരെ നാണമുണ്ടോ? ഇപ്പൊ ചെറിയ ട്രൗസർ ഇട്ടിട്ടൊരു മൊബൈലും പിടിച്ചിട്ട് പാതിരാത്രിയിൽ ഗൾഫുകാരുടെ പാവപ്പെട്ട പ്രവാസികളുടെ നാട്ടിലുള്ള ഭാര്യമാരെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തിയിട്ട് കാമമിളകിയിട്ടുള്ള പൂവൻ കോഴികളായ ഒരു പെടക്കോഴിക്ക് വേണ്ടിയിട്ട് പാതിരാവിന്റെ ഉള്ളറയിൽ പാൻറ്റും ധരിച്ച് ടൈറ്റ് പാൻറ്റും ധരിച്ചുകൊണ്ട് ഹാഫ് ട്രൗസറും ധരിച്ച അർദ്ധനഗ്നകരായി നടക്കാൻ നാണമില്ലേ ചെറുപ്പക്കാരാ? ഇതാണോ ജീവിതം? ഇതാണോ ജീവിതം? സിനിമ കാണലും ഭോഗിക്കലും കച്ചവടം ചെയ്യലും തിന്നലും കുടിക്കലും ചാടലും തുള്ളലും അതാണോ ജീവിതം? ജീവിതത്തിന് സന്ദേശമില്ലേ മോനെ? നമ്മൾ പോകുന്നത് അടുത്ത സ്റ്റേഷൻ ഗൗരവമുള്ള ഖബറല്ലേ? അവിടെ കൂട്ടാളികളുണ്ടോ? പുഴുക്കളല്ലാതെ. അവിടെ കൂട്ടാളികളുണ്ടോ? ഞാനൊന്നുകൂടി ശുചായി ഓർക്കുകയാണ്. കൊല്ലങ്ങൾ മാസങ്ങൾ ആഴ്ച കെടുകിൽ കാണുക്കി ആയുസിൻ തീർച്ച തേടുന്നു ഇവനിന്നെ മൺവീട്ടിലേക്ക് നോക്കുന്നു പൊൻവീട്ടിലേക്ക്. അല്ലാഹു സമയത്തിന്റെ വിലയറിയാ ഞങ്ങൾക്ക് നീ ബോധം തുറന്നു തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ ബോധം തുറന്നു തരണേ അല്ലാ. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് പ്രായമുള്ള ആളുകളെ കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ട് അഭിനന്ദിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട അധ്യാപകന്മാരെ അഭിനന്ദിച്ചതുപോലെ പ്രായം കൂടിയ ആളുകളെ ബഹുമാനിക്കുന്ന ഒരു സമ്പ്രദായം മുആവിയ റളിയല്ലാഹു തആല അൻഹു തുടങ്ങി. മുആവിയ പ്രായമുള്ള ആളുകളെ തന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് അവർക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചപ്പോ 200 കൊല്ലത്തോളം ജീവിച്ചൊരു മഹാനായ മനുഷ്യൻ കടന്നു വരികയാണ്. ഏകദേശം 100 വയസ്സ് കഴിഞ്ഞിട്ട് 200ന്റെ ആ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത്? നിങ്ങൾ പ്രദോഷ സമയമാണ്, ഹയാത്തിൽ പ്രദോഷത്തെത്തിയിരിക്കുകയാണ്, സന്ധ്യാസമയമായി തൊട്ടടുത്ത് നിൽക്കുകയാണ്, ഉടനെ നിങ്ങൾക്ക് മരണമാണ്, പിന്നെ ഖബറാണ്. ഈ ദുനിയാവിൽ നിന്ന് വിരമിക്കാൻ സമയത്ത് ഭരണാധികാരിയായി ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തു തരാം, നിങ്ങൾ ആവശ്യം പറയുമോ? ആവശ്യം പറയോ, ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട 1 സെക്കൻഡ് എനിക്ക് തിരിച്ചു തരുമെന്ന് വെച്ചു.
ഒന്നും വേണ്ട. എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഒരുപാട് ആയുസ് പോയി, ഇതിൽ നഷ്ടപ്പെട്ടതിൽ നിന്ന് ഒരൊറ്റ സെക്കൻഡ് എനിക്ക് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് വെച്ച്, അതെനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. തിരിച്ചറിയാൻ കഴിയുമോ? മശരിക്കും മഗ്രിബും പരിശ്രമിച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ട സെക്കൻഡ് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ നമ്മളിവിടെ വന്നിരുന്നിട്ട് ഏകദേശം 2-3 മണിക്കൂറായി. എല്ലാ മഗ്രിബിന് ശേഷം വന്നിരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഒരു 2-2.5-3 മണിക്കൂറോളായി. ഈ 3 മണിക്കൂർ കേരള ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും പാകിസ്ഥാനും റഷ്യയും അമേരിക്കയും കൂടി നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ? പക്ഷെ ഈ 2.5-3 മണിക്കൂർ നമുക്ക് സന്തോഷമുണ്ട്. കാരണം എന്താ അറിയോ? ഈ ഒരു കൊല്ലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾക്ക് കണക്കുണ്ടാവില്ല. അത് ഹിസാബ് എടുത്താനുള്ള സമയമാണ് വരുന്നത്. മുഹറത്തിൽ എന്ന് പറഞ്ഞാൽ മുഹാസബത്ത് നഫ്സിന്റെ കാലമാണ്. അപ്പൊ ഇങ്ങനെ കണക്കൂട്ടുകയാണെങ്കിൽ ഒരു കൊല്ലത്തെ നമ്മൾ ചെയ്ത ഹറാമിന് കണക്കുണ്ടാവില്ല. പോട്ടെ, ഈ കഴിഞ്ഞൊരു മാസം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയോ? ഞാൻ ഈ കഴിഞ്ഞൊരു മാസം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ആളുകൾ സദസ്സിലുണ്ടോ? പോട്ടെ, ഞാൻ ഈ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ആളുകൾ സദസ്സിലുണ്ടോ? പോട്ടെ, ഞാൻ ഈ ഒരു ദിവസം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ആളുകൾ സദസ്സിലുണ്ടോ? ഈ ഒരു ദിവസം ഉണ്ടോ? പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറയാൻ കഴിയും, ഈ 3 മണിക്കൂർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, കാരണം ഞാൻ സ്വർഗീയ പൂന്തോപ്പിലാണ്. അള്ളാഹു കബൂലാക്കട്ടെ. അതുകൊണ്ട് ഈ 3 മണിക്കൂർ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇത് സ്വർഗത്തിലാണ്. ഇവിടെ ഇഖ്ലാസോടെ ഇരുന്നാൽ അവിടെ സ്വർഗമാണ്. തടസ്സം വേറെ ഇല്ലെങ്കിൽ ആ കൂട്ടത്തിൽ അള്ളാഹ് പെടുത്തട്ടെ. അല്ലാമീൻ പറയും, അള്ളാഹു തആല പെടുത്തട്ടെ. ഒരു സഹാബിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ അടുത്ത മണിക്കൂറിൽ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ സഹാബിയെ നോക്കിയിട്ട് പറയാൻ കാരണം എന്താ അറിയോ? അങ്ങനെ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് ഈ മരിക്കുകയാണ്, നരകത്തിലാണ്, അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ പറയേണ്ടി വന്ന എന്തിനാറിയോ? ഇൽമിന്റെ മഹത്വം നമുക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ മരിക്കാൻ പോവാണ്, വൈകാതെ മരിക്കും. അപ്പൊ ഈ സഹാബി ഞെട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു, നബിയെ അങ്ങനെയെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് സ്വർഗം കിട്ടാൻ വിലപ്പെട്ട ഒരു അമല് തങ്ങൾ പറഞ്ഞു തരണം, കാരണം മരിക്കാൻ പോകണെന്നാണ് പറഞ്ഞത്. നമ്മൾ പുറത്ത് തുണി ഷർട്ടൊക്കെ അലക്കിയിട്ട് അത് ഉണങ്ങാൻ വേണ്ടി തോരട്ടാൽ മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു കൊടുത്താൽ മതി, ഉണക്കാട്ട വിറക് ഉള്ളിൽ എടുത്തു കൊടുത്താൽ മതി അല്ലേ? പക്ഷെ നീ മരിക്കാൻ പോകണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഈ സ്വഹാബി രക്ഷപ്പെടാനുള്ള മാർഗമാണ് ചോദിക്കുന്നത്. നബിയെ അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞതാ യാ റസൂലല്ലാഹ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ, മദീന പള്ളിയിൽ ഇൽമിന്റെ ഒരു സദസ്സ് നടക്കുന്നുണ്ട്, അവിടെ പോയിരുന്നോ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. കാരണം മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അതുകൊണ്ട് ഈ ഇരുത്തം അല്ലാഹു കബൂലാക്കി തരട്ടെ. ഒന്നും കൂടി ആമീൻ പറയും, ഇരുത്തം അല്ലാഹു കബൂലാക്കി തരട്ടെ. ഒന്നും കൂടി ആമീൻ പറയും, ഇരുത്തം അല്ലാഹു കബൂലാക്കി തരട്ടെ. ഇത് നമുക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല. മഹാന്മാരെ ഓർക്കുക, ഇൽമ പറയാ, അള്ളാന്റെ മാർഗത്തിൽ കുറച്ച് സമയം ചെലവഴിക്കുക, ദ്വാരനെ പെരിയ. ഇതൊക്കെ തന്നെയല്ലേ ഈ യാത്രയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അള്ളാഹു അത് കബൂലാക്കി നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. പക്ഷെ സുപ്രധാനമായ ഒരു കാര്യങ്ങൾ വേറെ ചെയ്യേണ്ടതുണ്ട്. എന്താ അറിയോ? ഇവിടെ ഉമർ ഖാലിപ്പാപ്പന്റെ ആണ്ട് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ അറിയില്ലേ? എല്ലാ വർഷവും ഉരുട്ടി തിന്നലില്ലേ? അല്ല, തിന്നലില്ലേ? അതുമില്ലേ? അത് ആണ്ടിന്റെ പേരിലാണ്. അപ്പോ ഉമർ ഖാലിപ്പാപ്പാന്റെ പേരിലുള്ള ആണ്ടാണ്. അന്നദാനം വളരെ പ്രധാനമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രധാനപ്പെട്ട സ്വഭാവം ഈ ത്വആമാണ്. ഒരഭിപ്രായത്തിൽ ഇബ്രാഹിം നബി അള്ളാഹു തആല ഖലീലാക്കാൻ കാരണം ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തോണ്ടാണ് എന്നാണ് കിതാബിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അള്ളാഹു തആല ഖലീലാക്കിയത് കാബ ഉണ്ടാക്കിയത് കൊണ്ടല്ല എന്നാണ്. പിന്നെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ വലിയ ആർത്തിയുള്ള ആളായിരുന്നു, അതുകൊണ്ടും കൂടിയാണ് ഖലീലാക്കിയത് എന്ന് എല്ലാ മഹാന്മാരും എഴുതിച്ചിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് സ്വർഗം കിട്ടാൻ വലിയൊരു അമലാണ്. അതുകൊണ്ട് മഹാനായ ഉമർ ഖാദി, ആരാണ് ഉമർ ഖാദി? ഞാൻ ഒന്ന് പറയാം. മഹാനായ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അബൂബക്കർ ഹാജിയും വെളിയങ്കോട്ടുകാരാ. അങ്ങോട്ട് നോക്ക്, അഹമ്മദ് കുട്ടി മുസ്ലിയാരും അബൂബക്കർ ഹാജിയും വെളിയങ്കോട്ടുകാരാ. പഴയ കാലത്ത് രണ്ടുപേരും കൂടി ഹജ്ജിന് പോവാണ്. അന്നത്തെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ സൗകര്യമൊന്നുമില്ല. ഇന്നിപ്പോ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ അറഫയിൽ മിനായിലൊക്കെ പോയാൽ ക്ലേശങ്ങളും ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത കാലത്തൊക്കെ വലിയ വലിയ ഹോട്ടലുകളൊക്കെ അറഫയിൽ വന്നിട്ട് AC ഇട്ടിട്ടാണ്ട് ഉറങ്ങിയാൽ മതി. അറഫയിൽ ചൂട് കൊണ്ടിട്ട് നിൽക്കലും ഇരുത്തൊക്കെ പോയിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി പഞ്ചനക്ഷത്ര ഹോട്ടൽ അവിടെ വരുമെന്ന് വരെ പേടിക്കുന്ന കാലമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും ആവട്ടെ, അതൊന്നും വരൂല എന്ന് കരുതുക. പക്ഷെ ശാസ്ത്രീയ വികസനങ്ങളും പുരോഗതികളും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഹജ്ജും അറഫ അങ്ങനെയല്ല, നടന്നു പോവാണ്. അങ്ങനെ അബൂബക്കർ ഹാജിയും ബഹുമാനപ്പെട്ട അഹമ്മട്ടി മുസ്ലിയാരും ഉമർ ഖാദിയോട് യാത്ര പറഞ്ഞു, കുടുംബക്കാരോടൊക്കെ യാത്ര പറഞ്ഞിട്ട്. അന്നത്തെ ഹജ്ജ് വലിയൊരു അവസ്ഥയായിരുന്നു, എല്ലാവർക്കും അത്ഭുതമായിരുന്നു, ഭയങ്കര യാത്രയായിരുന്നു. അങ്ങനെ പോയി രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരു കാഫില അങ്ങനെ 10-40 ആളുകൾ ഒട്ടകത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ പോവാ. കൂട്ടം തെറ്റിയ തന്നെ. അങ്ങനെ അബൂബക്കർ ഹാജി വലിയ സമ്പന്നനായിരുന്നു. അദ്ദേഹം ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന്
വീണിട്ട് ഇത് കണ്ടപ്പോൾ ഒരു അറബി അദ്ദേഹത്തിന്റെ പുറയിൽ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെന്റ് നടത്തി. അപ്പോൾ 1-2 മാസത്തോളം ഇദ്ദേഹം കുറച്ച് പ്രായമുള്ള ആളും കൂടി ആയതുകൊണ്ട് ഈ വീണിട്ട് എല്ലിന് ചെറിയ ചതവ് പറ്റിയതുകൊണ്ട് ഇത്തിരി സമയം പിടിക്കും അത് ഭേദമാവാൻ. അപ്പോൾ ഈ അറബിയുടെ വീട്ടിൽ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു ആജിക്ക് ശുശ്രൂഷ നൽകി ട്രീറ്റ്മെന്റ് നൽകിയിട്ട് കാരുണ്യം കാണിച്ചാലുള്ള പാരിതോഷികം പരലോകത്ത് നിന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം ഏറ്റെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കി. അപ്പൊ അഹമ്മദ് മുസ്ലിയാർ ആജി ഇങ്ങനെ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് വീണിട്ട് എല്ല് പോയിട്ട് അറബിയുടെ വീട്ടിലാണെന്ന ബഹുമാനപ്പെട്ട അമ്മൂട്ടി മുസ്ലിയാർക്ക് അറിയില്ല. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഹജ്ജ് ചെയ്താണ്. അമ്മൂട്ടി മുസ്ലിയാർ ഹാജിയെ കാണാതായപ്പോ അന്ന് ഒരു കൊല നടക്കുന്ന കാലമാണ്. കള്ളന്മാർ പിടിച്ചുകൊണ്ട് ചരക്കുകളൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് ഹാജിമാരൊക്കെ കൊന്നുകളയുന്ന രൂപത്തിൽ വലിയ ഭീഷണിയുള്ള കാലമാണ്. അപ്പോ പോയ സംഘത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ കാണാതായാൽ അയാളെ കള്ളന്മാർ വധിച്ചോ എന്നാണ് വിലയിരുത്തിയിരുന്നത്. ആ രീതിയിൽ അമ്മൂട്ടി മുസ്ലിയാർ അബൂബക്കർ ഹാജിയെ കള്ളന്മാർ പിടിച്ചുകൊണ്ടേറ്റ് സാധനങ്ങളൊക്കെ പറിച്ചിട്ട് വധിച്ചു എന്ന് വിശ്വസിക്കുകയും നാട്ടിലേക്ക് അന്നത്തെ രൂപത്തിൽ അറിയിക്കുകയും ചെയ്തു. വീട്ടുകാരൊക്കെ കരഞ്ഞു, വലിയ പ്രശ്നമായി. അങ്ങനെ അബൂബക്കർ ഹാജി മരിച്ചു എന്ന രൂപത്തിൽ വെളിയങ്കോട് ആകെ കൊട്ടിഘോഷിച്ചു പ്രചരണമായി. അപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാരനാണ് ചേക്കുട്ടി മുസ്ലിയാർ. ചേക്കുട്ടി മുസ്ലിയാർ കാക്കത്തറയിൽ വന്നിട്ട് ഉമർ ഖാലി അവിടെ ഇരിക്കുന്നുണ്ട്. ഉമർ ഖാലിയോട് പറഞ്ഞു, എന്ത് വളരെ വിഷണ്ണനായിട്ടാണ് വന്നത്, വളരെ ദുഃഖിച്ചുകൊണ്ട് വളരെ ഒരു അവസ്ഥയിൽ വന്നിട്ട് ഉമർ ഖാലിയോട് പറഞ്ഞു, നമ്മളെ അബൂബക്കർ ഹാജി ഉണ്ടല്ലോ, അബൂബക്കർ ഹാജി മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹജ്ജിന് പോയ അബൂബക്കർ ഹാജിയോ എങ്ങനെയാന്ന് വെച്ചാൽ കള്ളന്മാരെ പിടിച്ചോണ്ടിട്ട് വധിച്ചാണെന്ന് പറഞ്ഞു. അപ്പുറം ഒന്നും പറഞ്ഞില്ല, കാരണം അങ്ങനെയല്ല വിശ്വാസമാണ് ദൃഢമായത്. അപ്പൊ ഉമർ ഖാലി പറഞ്ഞു, കാണാതായതുകൊണ്ട് വധിച്ചു എന്ന് പറയുന്നത് ശരിയല്ല, അതിന്റെ നിജസ്ഥിതി പരിശോധിക്കണമെന്നോ. എങ്ങനെ പരിശോധിക്കുക? ഫോണില്ല, മൊബൈലില്ല, ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് അറിയാനുള്ള സംവിധാനമില്ല. പിന്നെ പരിശോധിക്കാൻ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു, അത് വെളിയങ്കോട് ഉമർ ഖാലിയാണ്. അത് മൊബൈലിനേക്കാളും വലിയ പവറുള്ള കൽബുള്ള ആളാണ്. അവരെന്തെയ്യുന്നറിയോ, വെളിയങ്കോട്ട് ജുമാഅത്ത് പള്ളിയുടെ ഹൗലിൽ പോയിട്ട് ഒന്ന് ഒദു ചെയ്തിട്ട് പള്ളിയിൽ കയറിയിട്ട് 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിച്ചിട്ട് ദ്വാരന്നിട്ട് കുറച്ച് സമയം കണ്ണടച്ച് ഇരുന്നിട്ട് ചേക്കുട്ടി മുസ്ലിയാരോടിരുന്നു, അബൂബക്കർ ഹാജി സൗദിയിലെ ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന്ന അറബിയുടെ വീട്ടിലൊന്ന് അദ്ദേഹം വെളിയങ്കോട്ട് ഇന്ന മാസത്തിൽ ഇന്ന ഡേറ്റിന് ഇന്ന സമയത്ത് എത്തുന്നതാണ്. അദ്ദേഹം വന്നാലുടെ ഈ പള്ളി പൊളിച്ചുകൊണ്ട് പിടിച്ചു പണിയുന്നതാ. ഇത് ഇന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ അക്കട്ടിട്ട് കൃത്യമായിട്ട് പറയാൻ ഈ ശാസ്ത്രീയ സൗകര്യങ്ങളുടെ ബളബളായമാന പ്രവിശാലമായ അവസ്ഥയിൽ ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം ഇന്ന് അനുമാനിക്കാനേ കഴിയുള്ളൂ. സ്കാനിങ് എടുത്തു, എന്താ കുട്ടി? പെൺകുട്ടിയാണ്, പക്ഷെ പ്രസവിച്ച് നോക്കുമ്പോൾ ആൺകുട്ടിയാണ്. അത് അന്നത്തെ സ്കാനിങ് അല്ലേ? അപ്പൊ ഇന്ന് പോലും പറയാൻ കഴിയില്ല, അങ്ങനെ അക്കമിട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷെ അന്നോ ഒരു ശാസ്ത്രീയ സംവിധാനമുള്ള കാലമല്ല. ഉമർ ഖാലിയെ കുറിച്ച് ഉമർ ഖാലിയുടെ ഫോട്ടോ കാണാത്ത എന്താ? അന്ന് ഫോട്ടോ ഇല്ല. പിന്നെ ഉമർ ഖാലിയുടെ ഫോട്ടോ എന്നാൽ ഫേസ്ബുക്കിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ഫോട്ടോ ഉണ്ട്, അത് ഉമർ മുഖ്താറിന്റെ ഫോട്ടോ. ഉമർ മുഖ്താറിനെ പോലീസുകാരെ പിടിച്ചിട്ട് ജയിലിലേക്ക് കാലിന് ചങ്ങലിട്ട് കൊണ്ടുവന്നൊരു ഫോട്ടോ ആണ് ഉമർ ഖാലിയുടെ ഫോട്ടോ എന്ന നിലയിൽ നെറ്റിലൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഉമർ ഖാലിയുടേതല്ല, അന്ന് ഫോട്ടോ സംവിധാനം ഇല്ല. അക്കാലത്ത് വെളിയങ്കോട്ട് ജുമുഅത്ത് പള്ളിയിൽ കയറിയിട്ട് വധിക്കപ്പെട്ടു, കള്ളന്മാർ പിടിച്ചുകൊണ്ടുപോയി വധിച്ചു എന്ന് പ്രചരിപ്പിക്കപ്പെട്ട ആജിക്കയെ കുറിച്ച് തഹയ്യത്ത് നിസ്കരിച്ച് ദുആ ചെയ്ത് കണ്ണടച്ച് ഏതാനും സമയങ്ങൾക്ക് ശേഷം നമ്മുടെ ആജിക്ക സൗദിയിലെ ഇന്നാലിന്ന കുടുംബത്തിലെ ഇന്നാലിന്ന അറബിയുടെ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അദ്ദേഹം വെളിയങ്കോട്ട് ഇന്ന ഡേറ്റിന് ഇന്ന സമയത്ത് വരികയും നമ്മുടെ ഈ പള്ളി പുതുക്കിപ്പെടുകയും ചെയ്തു എന്ന് പറയാൻ വെളിയങ്കോട്ട് ഒരു കാലിയാറുണ്ടെങ്കിൽ ആ കാലിയാരാ നിങ്ങളുടെ ഈ പള്ളിക്ക് തറക്കല്ലിട്ടു എന്ന് പറഞ്ഞാൽ ആ കാലിയാരുടെ ഓർമ്മയിലാണ് പന്തൽ എന്ന് പറഞ്ഞാൽ അവരുടെ മധുഹാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഒന്നും കൂടി ധൈര്യമായിട്ട് പറഞ്ഞേക്ക്, അള്ളാഹു കബൂലാക്കട്ടെ. എന്നാ എന്താ സംഭവിച്ചത്? അങ്ങനെ പറയാൻ പലർക്കും കഴിയും, പക്ഷെ നടന്നോന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്റെ അടുത്ത വിശദീകരണമായിരിക്കും ശ്രദ്ധിക്കുന്നത്. കാരണം പറയാപ്പോഴും ഒരുപാട് ആളുകളുണ്ടല്ലോ. ഒരാള് പറഞ്ഞില്ലേ, ഞാൻ മരിക്കൂല, മരിക്കുകയാണെങ്കിൽ 2023 മരിക്കുള്ളൂ എന്ന് പറഞ്ഞു. സത്യത്തിന്റെ പേരിൽ കളവ് പറയുന്ന ഒരാളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഞാൻ പേര് പറയുന്നില്ല, സത്യത്തിന്റെ പേരിലാണ് പറയുന്നതൊക്കെ കളവാണ്. അദ്ദേഹം പറഞ്ഞു 2023 ഞാൻ മരിക്കാന്ന്. പക്ഷെ 2009 അയാൾ മരിച്ചു. അപ്പൊ പറയാൻ പലർക്കും കഴിയും അല്ലെ? തെങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു കുട്ടിയുടെ ശബ്ദം കേട്ടു, പുരക്കാരാകെ ബേജാറായി. ഒരു ചെറിയ കുട്ടി കരയുന്ന ശബ്ദം തെങ്ങിന്റെ മുകളിൽ നിന്ന്. അപ്പൊ ഈ ഒഴിഞ്ഞ അങ്ങനെ ഒരാളുണ്ടായിരുന്നു അവിടെ അടുത്ത്. അയാളെടുത്ത് പോയി. അയാൾ പറഞ്ഞു, ഇന്നാലിന്ന ദിവസത്തിൽ പ്രേതം കൂടിയതാണ്, ഇന്നാലിന്ന ചികിത്സാ രീതികളൊക്കെ നടത്തിയിട്ട് ഇവിടെ പിന്നെ ഒഴിഞ്ഞുകെട്ട് തകിട് ഇതൊക്കെ ശരിയാക്കിയാൽ അത് പോകുന്നതാണെന്ന് പറഞ്ഞു. ഈ പുരക്കാരെ തേങ്ങ ഉടക്കലും മുളകും അടുപ്പ് കൊണ്ടേറ്റ് കരിക്കലും കോഴിമുട്ട എഴുതലും തകിടോ ഒക്കെ കൂടി ഒരു കഥ. പക്ഷെ കുട്ടിനെ കരച്ചിൽ നീങ്ങണില്ല. അപ്പൊ ഇയാൾ പറഞ്ഞു, പ്രേതം പോയിട്ടില്ല, ഒന്നും കൂടി കരിക്കണം എന്ന് പറഞ്ഞു. പിന്നെയും കരിച്ചു, കരച്ചിൽ പിന്നെയും വരണുണ്ട്. നോക്കുമ്പോൾ സംഗതി എന്താ അറിയോ, അയാളെ വീട്ടിൽ തേങ്ങ ഇടാൻ വേണ്ടി ഒരു തീയം വന്നിരുന്നു. അദ്ദേഹത്തിന്റെ മൊബൈൽ മേലെ വെച്ച് മറന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മൊബൈലിൽ റിംഗ് ടൂൺ കുട്ടീന്റെ കരച്ചിലാണ്.
ഇതിന് പ്രേതാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ തേങ്ങ അരിക്കാന്ന് എന്താ ചെയ്യാ? അല്ല, ഇന്നത്തെ കാലത്തിന്റെ ഒരു രീതിയാണ് പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഒരിക്കലും ഈ തൊടുപുഴ ഭാഗത്തേക്ക് ഒരു വാതിന് പോയപ്പോൾ ഇതിനേക്കാളും വലിയ രസം ഉണ്ടായി. എൻ്റെ സുഹൃത്തുണ്ട്, നിങ്ങളെ ഗുരുവായൂർ ഭാഗത്തേക്ക്, അദ്ദേഹം RDO ഇൻസ്പെക്ടർ ആയിരുന്നു, നസീർ സാറ്, വലിയ ഉദ്യോഗസ്ഥനാണ്, 3 സ്റ്റാർ ഉള്ള ആളാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം വാതിന് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ വാതിന് പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ വൈകുന്നേര സമയത്ത് ചായ പിടിക്കാൻ വേണ്ടി ഞാൻ കയറിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പിന്നെ എൻ്റെ ഭാര്യ പ്രസവിച്ച് 40 കഴിഞ്ഞിട്ടില്ല, പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഉസ്താദ്. എന്താന്ന് പറഞ്ഞു, ഞാൻ വന്നിട്ട് മുത്തിയാൽ അപ്പൊ കുട്ടി അങ്ങോട്ട് കരയാണ്, ഇത് വലിയൊരു വിഷയമുണ്ട്. എന്നിട്ട് എന്താ ഒരുപാട് ചികിത്സ നടത്തി, ഒരു ഭേദവും കിട്ടുന്നില്ല, എന്ത് ചികിത്സകൾ നടത്തിയെന്ന് വെച്ചാൽ. അപ്പൊ എന്നോട് പറഞ്ഞു, അത് ആരോ പറഞ്ഞാലോ കുടുംബത്തിൽ പ്രധാനപ്പെട്ട ഒരാള് വാപ്പക്കും കുട്ടിക്കും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുപ്പി കുഴിച്ചിട്ടാണ്, അതുകൊണ്ട് ഇത് തീർന്നെങ്കിൽ ഒരുപാട് പിന്നെ രീതികളിൽ ചികിത്സ നടത്തണം, അമലുകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ ഇതേപോലെ ഇയാളും കോയമുട്ട കൊണ്ടായിട്ട് അടുപ്പിലിട്ടിട്ട് ഇത് ഇട്ടേ എന്നാണ് പൊട്ടും എന്നല്ലാതെ വേറൊന്നുമില്ല. അവിടെയാണ് കുട്ടിന്റെ കരച്ചിൽ പിന്നെയും പറഞ്ഞു. ഞാൻ കയറി ചെന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ പറയുന്ന എനിക്ക് വിശ്വാസമാണെങ്കിൽ ഒന്ന് എട്ടേനാണെങ്കിൽ ഒന്ന് മുത്തി കാണിച്ചേരി എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ എൻ്റെ അടുത്തേക്ക് കുട്ടീനെ കൊടുന്നു. ഞാൻ പറഞ്ഞു, കുട്ടീനെ മുത്തി എന്ന് പറഞ്ഞു. ഇയാൾ മുത്തിയപ്പോ കുട്ടീനെ കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിപ്പോ ഞാൻ മാറ്റി തരാറില്ലേ. അപ്പൊ മൂപ്പര് എന്നോട് ചോദിച്ചു, അപ്പൊ നിങ്ങൾക്ക് ഈ ചികിത്സ ഉണ്ടോന്ന് ചോദിച്ചു. എനിക്ക് ചികിത്സ ഒന്നുമില്ല, വാള് വരാൻ തന്നെ സമയമില്ല, പിന്നെ ഈ തകടും കോയമുട്ടേറ്റ് അടക്കാൻ എനിക്ക് തീരെ സമയമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഞാൻ മാറ്റി തരാം. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താ സംഗതി അറിയോ, ഇയാളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, വലിയ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ഇവര് വലിയ കട്ടി മീശയൊക്കെ വെക്കും, അത് നാട്ടിലേക്ക് പോകുമ്പോ കത്രി കയറ്റൊന്ന് മിനുക്കും. ഈ കട്ടി മീശ കത്രി കൊണ്ട് പണിയെടുത്താൽ തലപ്പ് തൊട്ടാൽ ഉളിന്റെ തലപ്പത്ത് തൊട്ട മൂർച്ച ഉണ്ടാവും. ഇത് ഈ നൈസായ കുട്ടിന്റെ തൊലിമ കൊണ്ടുപോയിട്ട് വരുത്തിയാല് വേദനായിട്ട് കുട്ടി കരയില്ലേ. ഇതാണ് അവിടെ നടക്കുന്നത്. അത് ഒറ്റ കാഴ്ചയിൽ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ മീശ നിങ്ങളെ കൈമൊന്നും അരുത് നോക്കിയെന്നാണ്. അപ്പൊ നിങ്ങൾ വരുത്തിട്ട് ആ നല്ല വേദന ഉണ്ട് പറഞ്ഞു. ഇതന്നെയാണ് ആ കുട്ടിന്റെ നൈസായ തൊലിമ തട്ടുന്നത്. ആ തട്ടിയ കുട്ടി കാര്യം, അല്ലാതെ ആ കുപ്പി കുഴിച്ചിട്ടൊന്നും അല്ല പറഞ്ഞു. ഇപ്പോഴും അയാൾ എന്നെ കണ്ടാല് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങളെന്നാ സിഹിർ ബാത്തിലാക്കിയ കോലം വളരെ കോലായിട്ട് അല്ലേ. ഇതൊന്നുമല്ല ജീവിതത്തിന്റെ സന്ദേശം. ഇങ്ങനെ കുറെ അനാചാരങ്ങൾ പോലെ നടക്കുന്നല്ലേ. ഞാൻ പറയുന്നത് സിഹിർ ഇല്ല എന്നല്ല, സിഹിർ ഉണ്ട്, ബാത്തിലാക്കലുണ്ടോ അതുണ്ട്. പക്ഷെ അതൊക്കെ അതാണ്. കാലിനൊരു ചൊറി പിടിച്ചാൽ ജ്യേഷ്ഠന്റെ പെണ്ണുങ്ങൾ ചേന കുഴിച്ചിട്ടത് അതിന് ചൊറിയല്ലേ. ഇങ്ങനെ പറയരുത്, എല്ലാം സീറാന്ന് പറയരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ഉമ്മമാരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. പാതിരാവിന്റെ ഉള്ളറയിൽ എണീറ്റുകൊണ്ട് തിരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ നിങ്ങളുടെ കരടിയിൽ ഭാരമായി കിടക്കുന്ന സിഹറാണെന്ന് മുദ്ര കുത്തപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങളില്ലോ, അതാ മഞ്ഞുപോലെ ഉരുകുന്നതാ. പക്ഷേ സുബഹിക്ക് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ അവസരം കാണുന്നുണ്ട്. സുബഹിയും കളാക്കിയിട്ട് അള്ളാന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അള്ളാന്റെ ഉമയെ സുഖമായി തുറന്നിട്ട് സൂര്യനുദിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് വെയില് തട്ടി ചൂടാകത്തോ മാത്രം ഉണർന്ന പരിചയമുള്ള പെങ്ങളെ, ഉണർന്ന പരിചയമുള്ള ചെറുപ്പക്കാരാ, ജീവിതത്തിന്റെ സന്ദേശം മറക്കണ്ട. ഉമർഖാവി പറഞ്ഞു, ഇന്ന ഡേറ്റിന് നമ്മുടെ ആജി ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞു. പറഞ്ഞ അതേ ഡേറ്റിന് അതേ സമയത്ത് വെളിയങ്കോട് ഗ്രാമത്തിലേക്ക് ആജിയാരിങ്ങനെ എത്തുകയാണ്. ആജിയാർ എത്തിയപ്പോ അബോക്കറാജിയായിട്ട് കുടുംബക്കാരെന്നായിട്ട് കാക്കത്തറയിലേക്ക് അരച്ചു കയറി. ഉമർഖാലിയുടെ മുമ്പിൽ ആജിക്ക വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാളിയാരെ വെച്ച് എന്ത് പറ്റി? അപ്പൊ പറഞ്ഞ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് വീണതാണ് കാളിയാരെ. അങ്ങനെ എന്നെ ഒരു അറബി കൊണ്ടുപോയിട്ട് വീട്ടിൽ ശുശ്രൂഷിച്ചതാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് പള്ളി ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടി നേർച്ചാക്കിയിട്ട് നമ്മൾ പണി തുടങ്ങിയല്ലേ എന്ന് വെച്ച്. അതാണ് അവിടുന്ന് ദ്വാരന്നിട്ട് ഉമർഖാലി പറഞ്ഞത്, ആജിക്കെത്തും നമ്മളെ പള്ളി പുതുക്കി പണിയും എന്ന്. അപ്പൊ ആരാണ് മഹാനായ ഉമർഖാലി? അകക്കൺ തുറന്നൊന്ന് നോക്കൊന്ന് മൂടാ, ഉസാരം വന്നാലുറങ്ങാമോ കേടാ, പകൽ കണ്ണടച്ചാലിരുളാമോ പോട്ട, പന്തം പിടിച്ച പജുറാമോ പൊട്ട. അവരകത്തെ കണ്ണ് തുറന്നവരാണ്. വെളിയങ്കോട്ട് ഉമർഖാലി ഇങ്ങനെ പിരിക്കുന്നുണ്ട്, പൈസരിയും പള്ളി ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു. പൈസ കുറെ പിരിക്കുന്നുണ്ട്, പള്ളി കാണില്ല. അപ്പൊ ചിലർക്ക് സംശയമാവുമല്ലോ. സംശയം സ്വാഭാവികമല്ലേ. സംശയം വന്നാൽ കൺഫ്യൂഷൻ തീർത്തു കൊടുക്കാൻ വേണ്ടത്, അല്ല ഭീഷണിപ്പെടുത്തല്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു? പള്ളിക്ക് പൈസ പിരിക്കുന്നുണ്ട്, പള്ളി കാണില്ല. ഇവര് മമ്പുറങ്ങൾ എടുത്തു പോയിട്ട് പറഞ്ഞു, ഉമർഖാലി ഞങ്ങളെ നാട്ടിൽ നിന്നൊക്കെ കുറെ പൈസ പിരിക്കുന്നുണ്ട്, പള്ളി കാണില്ല. മമ്പുറങ്ങൾ എന്താ പറഞ്ഞത്? ഉമർഖാലി എന്നറിയില്ലേ, ചോദിക്കാൻ പാടുണ്ടോന്നല്ല പറഞ്ഞത്. അമ്പറം തങ്ങൾ പറഞ്ഞു, അതിന് ഒരു സംശയം തീർക്കാനും കൂലിട്ടാനും വേണ്ടി ഒരു വഴി പറഞ്ഞുതരാ, നിങ്ങൾ അടുത്തല്ല ഹജ്ജിന് പോയിക്കോളി എന്ന് പറഞ്ഞു.
ഇവര് 3 പേരും അടുത്ത പിറ്റത്തെ കൊല്ലം തന്നെ അമൃതങ്ങൾ പറഞ്ഞുകൊണ്ട് ഹജ്ജിന് പോയി. അപ്പൊ അന്ന് സാഹസികമായ യാത്രയാ, കാൽനടയായിട്ട് ഒട്ടകത്തിന് മുകളിലൊക്കെ ആയിട്ടുള്ള യാത്രയാ. ഇവർ സംഘത്തിന്റെ കൂട്ടം തെറ്റിയിട്ട് 2-3 ആളുകൾ ത്വായിഫിലെത്തി. നടന്ന് ക്ഷീണിച്ചു. അപ്പൊ ഇവർക്ക് കേരളീയ ഭക്ഷണം മാത്രം കഴിച്ചിട്ടേ പരിചയമുള്ളൂ, അവിടുന്ന് അങ്ങനെ കിട്ടുമൊന്നുമില്ല. അപ്പൊ ഉള്ള ഒരാളോട് ചോദിച്ചു, ഇവിടെ കഞ്ഞി കിട്ടുമോന്ന് വെച്ചു. കഞ്ഞി കുടിച്ചാൽ ചോറും കഞ്ഞുമായി, വെള്ളം ഉണ്ടാവും, പറ്റുണ്ടാവും, രണ്ടുമായി. അന്നത്തെ ഭക്ഷണം കേരളത്തിൽ അതായിരുന്നു മുഖ്യം. അപ്പോ ഇയാൾ പറഞ്ഞു, ഇവിടെ അങ്ങനെ കഞ്ഞി എന്നുള്ള ഭക്ഷണമൊന്നുമില്ല, പക്ഷെ കഞ്ഞി എന്നുള്ളൊരു ഭക്ഷണം വിളമ്പണ ഒരു മലബാറി ഉമ്മർ ഇടക്കിടക്ക് ആ സ്ഥലത്ത് വരവുണ്ട്. അവിടെ പോയാൽ ചിലപ്പോൾ ആളുണ്ടാവും. അവിടെ മൂപ്പര് പള്ളി പണിതുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഇപ്പോഴും പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ കഞ്ഞി പണിക്കാർക്കും കൊടുക്കലുണ്ട്, വരുന്ന മുസാഫിരിങ്ങൾക്കും കൊടുക്കലുണ്ട്. അവിടെ പോയാൽ ചിലപ്പോൾ കഞ്ഞിട്ടു എന്നാണ്. ഇവർ 3 ആളും പോയപ്പോൾ ഉമർക്കാലി അവിടെ പള്ളി പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഞ്ഞി ഉണ്ടാക്കിയിട്ട് ചൂടുള്ള കഞ്ഞിന്ന് പുക ഇങ്ങനെ പോവാണ്. പുക കൊണ്ടിട്ട് ഇവർക്ക് വിറങ്ങനെ വരിക. ഞാൻ ആരെ നമ്മൾ സംശയിച്ചത്? അപ്പൊ പിരിവ് എവിടെയാണ്? പണിയെടുക്കണ അവിടെയാണ്. അതാണ് ഉമർക്കാലി. അള്ളാഹു അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഒന്ന് പറയാം, അള്ളാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ സന്ദേശം എന്താണ്? പഠിപ്പിച്ചവരിലും പ്രധാനപ്പെട്ട ഒരു മഹാമനീഷിയെ ഓർത്തുകൊണ്ട് പള്ളിയിലെ പ്രവിശാലമായ പന്തലിൽ നിന്ന് പാതിരാവിന്റെ ഉള്ളറയില് 2 അധ്യാപകന്മാരെ ആദരിച്ചുകൊണ്ട് സർവ സുഹൃതങ്ങളും പൂത്തുല്ലസിഞ്ഞു നിൽക്കുന്ന ഈ സ്വർഗീയമായ ഭൂമികയിൽ നിന്ന് പിരിയുമ്പോ എന്നെ കേട്ട പെങ്ങളെ, എന്നെ ശ്രമിച്ച ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ, ആപത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ക്യാൻസർ അധികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാൻസറിൽ പെടാതിരിക്കാൻ, അറ്റാക്ക് അധികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറ്റാക്ക് കൊണ്ട് പരീക്ഷിക്കപ്പെടാതിരിക്കാൻ, അതാ അപകടങ്ങൾ നിത്യസംഭവമായിട്ട് ചെറിയ ശരീരവുമായി ഒരു കെട്ട് സാധനമായി കബറിലേക്ക് മുഴുവൻ ശരീരത്തിന്റെ ഭാഗങ്ങൾ പോവുമില്ലാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, റോഡ് സൈഡിൽ തപ്പിക്കിടന്ന വണ്ടിയിൽ നിന്ന് വെട്ടിപ്പൊളിച്ചെടുക്കുന്ന മയ്യിത്താകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ, കബറിന്റെ ഏകാന്തതയുടെ തടവറയിൽ പടച്ചവനും വെട്ടം തരാ, അതോടെ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാ, വൈറസുകളിൽ നിന്ന് രക്ഷപ്പെടാ, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാ, കൊടുന്നനെ മരിക്കാതിരിക്കാൻ വലിയമായ ആശുപത്രിയുടെ പേരില് ഇവിടെ കൊടുക്കുന്ന അന്നദാനത്തിലേക്ക് ഒരു ചാക്ക് അരി തരാൻ പറ്റുന്നവരുണ്ടോ? അത് അരച്ചാക്കിലെങ്കിലും പങ്കെടുക്കാൻ പറ്റുന്നവരുണ്ടോ? കാളിയാർ പാപ്പാന്റെ പേര് വിതരണം ചെയ്യുന്ന അന്നദാനത്തിലേക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഔദാര്യത്തിന്റെ വിഭവങ്ങളിൽ നിന്ന് ഇജാവത്ത് കിട്ടുന്ന തൊട്ടാൽ പൊട്ടുന്ന പാതിരാവിന്റെ ഉള്ളറയില് പണം തരാൻ തയ്യാറുള്ളവരുണ്ടോ? ഉമർക്കാളിയുടെ അഡ്രസ്സിൽ ഞാൻ ചോദിക്കുകയാണ്. അള്ളാഹു നൽകാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞ ഞാൻ ആദ്യം ചെയ്യണം. അതുകൊണ്ട് ഉമർക്കാളിയുടെ പേരിൽ